എല്ലാവരും പറയും ചുരം കയറുമ്പോൾ ഭയങ്കര റേഞ്ച് കട്ടിങ് ആണ്, റേഞ്ചിന് പറ്റണം കുറയുന്നു പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ഡീസൽ വണ്ടിയിൽ പെട്രോൾ വണ്ടി ഇട്ട് ഒരു ചുരം കയറിയാക്കട്ടെ, ഈ NH പോണ മൈലേജ് കിട്ടുമോ? കിട്ടൂല. വാറണ്ടി കമ്പനി ഞാൻ പിന്നെ ഈ പഞ്ച് അല്ലെങ്കിൽ ഒരു EV വണ്ടി എടുക്കുന്ന ആൾക്കൂടെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി നിർബന്ധമായി എടുക്കണം. EV വാഹനങ്ങളെ കുറിച്ചിട്ടെല്ലാം പറയുമ്പോൾ ഏറ്റവും പ്രശ്നം ടയറാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, വിൻസറിന്റെ അല്ല, ഒരു ഇവരുടെ മഹേന്ദ്രയുടെ B6 ആണോന്നുണ്ട്, അതോ B9 അറിയില്ല, അതിന്റെ ടയറിന് 20,000 കഴിഞ്ഞപ്പോൾ ടയർ കഴിഞ്ഞു. നമുക്ക് ഈ ഒരു പ്രൈസിൽ 13,80,000 രൂപയ്ക്ക് ഫുൾ ഓപ്ഷനോട് കൂടിയ അതിന് സൺറൂഫും സീറ്റ് വെന്റിലേഷനും 360 ക്യാമറ വരെ അടങ്ങിയ ഒരു വണ്ടി 13,76,000 കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും മറ്റൊരു വണ്ടിയും അതിനടുത്തേക്ക് ഇപ്പോൾ നമുക്കില്ല. ഈ ലാസ്റ്റ് ഫേസ് ലിഫ്റ്റ് ഇറക്കിയ ടാറ്റ പഞ്ചിന്റെ. എല്ലാവർക്കും നമസ്കാരം. EV വാഹനങ്ങളെ കുറിച്ചിട്ട് അറിയാനാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. അതായത് ഇപ്പം പെട്രോളിൻ്റെയും അതുപോലെ തന്നെ ഡീസലിൻ്റെയും വിലയൊക്കെ അനുദിനം വർദ്ധിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ആൾക്കാർക്ക് EV വാഹനങ്ങളെ കുറിച്ചിട്ട് അറിയാനാണ് കൂടുതൽ താല്പര്യം. ഇത് ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്ന പഞ്ച് EV ആണ്. ഈ ഒരു പഞ്ച് EV 3 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസർ ഉണ്ട്. അദ്ദേഹത്തോട് നമുക്ക് പഞ്ച് EVയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം നമുക്ക്. എൻ്റെ പേര് മുഹമ്മദ് റാഫി എന്നാണ്. ഞാൻ ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്. കോട്ടക്കൽ കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപകനാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം വിഭാഗം അധ്യാപകനാണ്. നിങ്ങൾ മുമ്പ് ശരിക്കും ഏത് വാഹനം ഉപയോഗിച്ചുകൊണ്ടുണ്ടായത്? ഞാൻ സത്യത്തിൽ 18 വയസ്സ് കറക്റ്റായപ്പോൾ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അന്ന് മുതൽ ജീപ്പായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. കുറേ കാലം ജീപ്പായിരുന്നു, 15 പഴയ കാല ജീപ്പായിരുന്നു. അതിനുശേഷം 4 വീൽ ഡ്രൈവ് അല്ല, ജീപ്പായിരുന്നു. അതിനുശേഷം പിന്നെ അത് ഫാദർ മുതൽ ഓടിക്കുന്ന വണ്ടിയായിരുന്നു, അങ്ങനെ അതിൽ പഠിച്ചു. അതിനുശേഷം ആദ്യമായി കാർ എടുത്തത് ഞാനൊരു ഇൻഡിക്കയാണ്, ടാറ്റയുടെ ഇൻഡിക്ക. സ്വന്തമായിട്ട് കാർ എടുത്ത് സ്കൂളിലൊക്കെ കയറിയതിനു ശേഷം ഒരു കാർ എടുത്ത് ടാറ്റ ഇൻഡിക്ക. അതിനുശേഷം പിന്നെ ഇൻഡിക്ക മാറ്റിയിട്ട് ഞാൻ ഈ കാര്യം ചോദിക്കുന്നത് എന്തെന്നറിയോ, നിങ്ങൾ EVയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാരണം, അതായത് ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്തുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ EVയിലേക്ക് എത്തി എന്നുള്ള ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഏതാണ് വാഹനം മുമ്പ് ഉപയോഗിച്ചതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനുശേഷം പിന്നെ ഒരു ഇൻഡിക്ക വിസ്റ്റ, ഒരു പുതിയ വണ്ടി എടുത്തത് ടാറ്റയുടെ ആയിരുന്നു. അതിനുശേഷം ഒരു ഇന്നോവ സ്വന്തമാക്കി. ഇന്നോവ ഒരു താല്പര്യം കൊണ്ട്, ഞാൻ ഫാമിലി പെട്രോൾ ഉണ്ട്, ഇന്നോവ ഡീസൽ, ഈ ഇൻഡിക്കൊക്കെ ഡീസലായിരുന്നു, ഡീസൽ വണ്ടി എടുത്തത്. പിന്നെ അതിനുശേഷം ഫാദറിന് പിന്നെ വണ്ടി ഓടിക്കാൻ ജീപ്പ് ഒഴിവാക്കിയതിനു ശേഷം ഫാദറിന് ഓടിക്കാൻ വേണ്ടി ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ വാഗണാർ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ ഇന്നോവയും വാഗണാറും ഉണ്ട്. ആ കൂട്ടത്തിലേക്കാണ് ഞാൻ പിന്നെ ഒരു EVയിലേക്ക് മാറിയത്. അതിന് പ്രധാനം നിങ്ങൾ പിന്നെ ഈ വാഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നല്ല ഓട്ടോ ഓടുന്ന ആളായിരുന്നു. അതായത് ഇൻഡിക്ക ഇന്നോവ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഓടുന്ന ആളായിരുന്നു. അതെ, ഞാൻ ഒരല്പം രാഷ്ട്രീയം അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ പിന്നെ കാര്യമായിട്ട് സ്കൂൾ വിട്ടിയ ശേഷം കുറെ യാത്രകൾ ഉണ്ടാവും. പിന്നെ വളരെ കുറച്ച് 5 കിലോമീറ്റർ ദൂരെയാണ്. അതിന് പുറമെ ഈ പ്രവർത്തനം യാത്ര കൂടുതൽ സ്കൂളിലേക്കല്ല, പിന്നെ മറ്റു പല പ്രവർത്തനം. പിന്നെ മാത്രമല്ല ഒഴിവ് ദിവസം കിട്ടിയാൽ സുഹൃത്തുക്കളോടൊത്ത് ഇങ്ങനെ യാത്ര ചെയ്യാന്നുള്ളത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇടയ്ക്ക് പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ കോയമ്പത്തൂർ എല്ലായിടത്തും പോകും. പിന്നെ ഫാദറിന്റെ ചികിത്സ നടക്കുന്നത് അമൃതയിലാണ്. അപ്പോൾ ഓരോ വർഷം അമൃതയിൽ പോകും, എറണാകുളം. പിന്നെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ മക്കളൊക്കെ വലുതായി വന്നതിന് ശേഷം ഇപ്പോൾ മൂത്ത ആള് പഠിക്കുന്നത്, അവളിപ്പോൾ MBBS തിരുപ്പൂര പഠിക്കുന്നത്. അപ്പോൾ അവിടെ പിന്നെ പോവാന്ന് പറയുന്നത് കുറച്ച് ദൂരമാണല്ലോ. അപ്പോൾ അതൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ EVയിലേക്ക് വരാനുള്ളൊരു കാരണം. പിന്നെ രണ്ടാമത്തെ മകള് കോഴിക്കോടാണ്, എൻട്രൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഡെയിലി ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ എന്തായാലും പോകും, യാത്രയാണ്. അത് വീട്ടിലുണ്ടാവില്ല, ശനി ഞായർ ഫുള്ള് യാത്രയായിരിക്കും. പിന്നെ അതിന്റെ പോലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതേപോലെ സംഘടനാ പ്രവർത്തനം അങ്ങനെയും ഒഴിവ് ദിവസങ്ങൾ അങ്ങനെയും പോകുന്നുണ്ട്. സ്കൂൾ വിട്ടതിന് ശേഷം അങ്ങനെ പോകും. അങ്ങനെ EVനെ കുറിച്ചിട്ട് കൂടുതൽ പഠിച്ച അല്ല, EV വരാനുള്ള കാരണം വെച്ചാല് ഞാൻ ആദ്യം സോളാറാണ് വന്നത്. വീട്ടിൽ സോളാർ. എന്റെ സുഹൃത്ത്, ഞാൻ സത്യത്തിൽ സോളാറിനൊക്കെ എതിരുള്ള ഒരാളായിരുന്നു. കാരണം അതുകൊണ്ട് വലിയൊരു ലാഭമില്ല, വെറുതെ എന്തിനാണ് കുറെ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ്. അതെ, പലരും എന്നോട് സോളാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒട്ടും താല്പര്യം കാണിച്ചില്ല, അങ്ങനെ നിന്നു. അതിനിടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഷുഹൈബ് മാഷ് എന്ത് ചെയ്തു, ഒരു സോളാർ വെച്ചു ഫസ്റ്റ്. അപ്പോൾ ആ സോളാർ വെച്ചതിന് ശേഷം അതിന്റെ പ്രൊഡക്ഷനും പിന്നെ അതിന്റെ വീഡിയോ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴാണ് കൂടുതൽ പഠിക്കാൻ അതിലേക്ക് ഞാൻ എൻ്റെ ചിന്ത അതിലേക്ക് പോയത്. അങ്ങനെയാണ് ഈ ഷുഹൈബ് മാഷ് ഈ സോളാറിലാണ് പോയത്. അങ്ങനെ സോളാർ വെച്ച് അടുത്തത് ഈ ഷുഹൈബ് മാഷ് തന്നെ ഒരു ടാറ്റ
പഞ്ച് EV ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്ത് ഞാനും കൂടെ പോയിരുന്നു. അപ്പോൾ ഞാനോട് പറഞ്ഞു എന്തിനാണ് EV എടുക്കുന്നത്, എന്തിനാ EV എടുക്കുന്നത് പറയുന്ന വാക്ക് ഞാനോട് പറഞ്ഞു. അപ്പൊ അവനോട് പറഞ്ഞു പിന്നെ ഓട്ടം വളരെ കുറവുള്ള ആളാണ്, അത്ര വലിയ ഓട്ടമുള്ള ആളല്ല, എന്നിട്ട് അവൻ EV-ലേക്ക് പോയി. അപ്പൊ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി ശരിക്കത്. അങ്ങനെ ഞാൻ ഈ പിന്നെ സോളാർ വെച്ച കൂടെ സ്വാഭാവികമായിട്ട് ഇതിന് ചർച്ച വന്നപ്പോൾ എനിക്കും ഇങ്ങനെ അതിങ്ങനെ കണ്ടു തോന്നിയപ്പോൾ എനിക്ക് തോന്നിയല്ല സോളാർ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. സത്യത്തിൽ ഷുഹൈബ് മാഷ സോളാർ വെച്ച് കണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീട്ടിൽ സോളാർ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചു, കുറേ വീഡിയോസൊക്കെ കണ്ടു. അങ്ങനെ ഞാൻ സോളാർ വെച്ചു. പക്ഷേ 5 kV ആണ് വെച്ചത്. മാഷ് വെച്ചു 5 kV ആണ്, ഞാൻ 5 kV വെച്ചു. രണ്ടാമത് മാഷ് എന്ത് ചെയ്തു, പഞ്ച് EV ബുക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളൊരു 3 ആൾക്കാരാണ്, ഞാൻ, പ്രദീപ് മാഷ്, ഷുഹൈബ് മാഷ്, ഞങ്ങൾ ഒരു അടുത്ത ഫ്രണ്ട്സാണ്, ഏറ്റവും തിക് ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി വണ്ടി ബുക്ക് ചെയ്തു, വാങ്ങി. അങ്ങനെ അത് ഷുഹൈബ് മാഷ് ഓടിക്കണമെങ്കിൽ ഞാനതൊരു ഓടിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് EV-യുടെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമുക്ക് എത്ര ലോങ് പോയാലും ടയേർഡ് ആവില്ല. അതെ, അതായത് ഒരു പെട്രോൾ ഡീസൽ കാറിൽ പോകുന്ന അതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര ഈസിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ചെയ്യണം, ആൾക്കാരെ എക്സ്പീരിയൻസ്. ഞാൻ എതിർത്തൊരു സാധനമായിരുന്നു EV വണ്ടികൾ, എതിർത്ത് സോളാർ ഞാൻ വെച്ചു. ഷുഹൈബ് മാഷ് EV ബുക്ക് ചെയ്തു. പക്ഷെ അവിടെ ഒരു സങ്കടം എന്താ വെച്ചാൽ ഷുഹൈബ് മാഷ് ഡിസംബറിലാണ് ബുക്ക് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഇറങ്ങിയിട്ട് വേണം, അത് ഓടിച്ചിട്ട് വേണം എനിക്ക് നോക്കാനെന്ന് പറയാൻ പെൻഡിങ് വെച്ചു. അങ്ങനെ ഷുഹൈബ് മാഷ് വണ്ടി ഇറങ്ങി, ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ നല്ല കംഫർട്ടാണ്. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്തുള്ള വാഗണാറും ഇന്നോവയ്ക്ക് ഞാൻ ഈ പിന്നെ ഇതിൻ്റെ സാമ്പത്തിക ബെനിഫിറ്റ് അപ്പോഴാണ് ആലോചിക്കുന്നതിനെ കുറിച്ച്. അപ്പം എനിക്കൊരു മന്ത്ലി എന്തായാലും ഞാനൊരു 16 ഉറുപ്പിയോളം ഈ ഡീസലിന് വേണ്ടി പെട്രോൾ വേണ്ടി ചിലവാക്കിയിരുന്ന ആളാണ്. അങ്ങനെ വെച്ചപ്പോഴാണ് എന്തുകൊണ്ട് എന്നാ പിന്നെ EV-യിലേക്ക് മാറിക്കൂടെന്ന് വിചാരിച്ച് ഡ്രൈവിംഗ് സാമ്പത്തിക ലാഭം എല്ലാം കൂടി. അതെ, പക്ഷെ അതില് എന്താ വിഷയം എന്താണെന്ന് വെച്ചാൽ ഷുഹൈബ് മാഷ് ബുക്ക് ചെയ്തത് ഈ പഞ്ചല്ല. ഷുഹൈബ് മാഷ് ഡിസംബറിൽ എടുത്ത് ഇതിന് മുന്നത്തെ പഞ്ചാണ്. ഞാനും ഇതെല്ലാം ഞാനും അതായി എടുക്കുമായിരുന്നു. പക്ഷെ ഷുഹൈബ് മാഷ് ബുക്ക് ചെയ്ത് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തല്ലോ. ആ സമയത്താണ് ഒരു പരസ്യം കണ്ടത്, പുതിയ പഞ്ച് EV വരുന്നു, 475 കിലോമീറ്റർ റേഞ്ചിലൊക്കെ. പ്രൈസും കുറഞ്ഞിട്ടുണ്ട്, ഈ പുതിയ പ്രൈസും കുറഞ്ഞു. അങ്ങനെ ഇത് ആദ്യം പ്രൈസ് വന്നിട്ടില്ലായിരുന്നു, ആദ്യം ഒരു റേഞ്ചർ പുറത്തു വിട്ടത്. അത് കണ്ടപ്പോൾ ഞാൻ ഷുഹൈബിനോട് നിൽക്കട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യട്ടെ, പുതിയ വണ്ടി വരട്ടെ. ഒരു മറ്റു മാസം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ഷുഹൈബ് മാഷ് വണ്ടി ജനുവരിയിൽ ഇറങ്ങിയത്. ജനുവരി ലാസ്റ്റ് ആയപ്പോഴേക്ക് മൂപ്പർക്ക് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയോടാണ് ഈ വണ്ടി നഷ്ടപ്പെട്ടത്. മറ്റേ വണ്ടി എടുത്തു. അപ്പം നമുക്ക് മാഷെ കുറച്ച് കൂടുതൽ ഡ്രൈവ് ചെയ്തിട്ട് സംസാരിച്ചാൽ ഇനി റേഞ്ചിന്റെ കാര്യം, ഇത് ഏതാണ്, എത്ര ബാറ്ററി കപ്പാസിറ്റി, ഇതിന്റെ അങ്ങനെയുള്ള നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. നെഗറ്റീവ് ഉണ്ട്. ഏത് വാഹനം ഉപയോഗിക്കുന്നുണ്ട്, ഏതിലാണെങ്കിലും നെഗറ്റീവ്. പക്ഷെ അതിലെന്തൊരു വിഷയം എന്നറിയോ, ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് കുറെ വീഡിയോസ് എപ്പോഴും റിവ്യൂ ചെയ്യാറുണ്ട്. ഞാൻ നോക്കിയപ്പോൾ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ വീഡിയോസ്. ഫുൾ ചാനൽ ഉണ്ട് കേട്ടോ, ഒന്ന് പറഞ്ഞോ. പറയാം. അപ്പൊ ഞാൻ ആ ചാനൽ ഓൾറെഡി റാഫീസ് ഗാലറി എന്ന ചാനലിന്റെ പേര്. അപ്പോൾ റാഫീസ് ഗാലറി എന്ന ചാനലിന്റെ പേര് അത് ഇതിനു വേണ്ടി തുടങ്ങിയ ചാനലല്ല, വർഷങ്ങളായിട്ട് മുന്നുള്ള ചാനലാണ്. ഞാൻ എന്റെ യൂട്യൂബിൽ റാഫീസ് ഗാലറി, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റയിലുണ്ട്, FB-യിലുണ്ട്. അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്ന ആ രീതിയിലാണ്. എല്ലാം ഒറ്റ പേരാ, റാഫീസ് ഗാലറി. അപ്പൊ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കോ, കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്നും കിട്ടും അല്ലേ. അപ്പൊ നമുക്കൊരു ഡ്രൈവ് പോവാം, കൂടുതൽ കാര്യം സംസാരിച്ചു. അപ്പൊ അങ്ങനെ പുതിയ പഞ്ചീവിന്റെ പരസ്യം കണ്ട്, പക്ഷേ ഞാൻ കുറേ വീഡിയോ നോക്കി, റിവ്യൂസ്. ഈ വണ്ടി ഇറങ്ങിയിട്ടില്ലല്ലോ, പഴയ പഞ്ചീവിന്റെ റിവ്യൂസ് ആണ് ഒക്കെ വളരെ മോശം റിവ്യൂസ്. നല്ല റിവ്യൂസ് വളരെ അപൂർവമായിട്ടേ കാണാനുള്ളൂ. അപ്പൊ ഈ വണ്ടി ബുക്ക് ചെയ്ത് എനിക്ക് 10 ദിവസം കൊണ്ട് എനിക്ക് വണ്ടി കിട്ടി. കാരണം വെച്ചാൽ അവിടെ ഒരു സ്റ്റാഫ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഒരു ഫാസിൽ തന്നെ സ്റ്റാഫ്. നമുക്ക് എല്ലാ കാര്യം പെട്ടെന്ന് ചെയ്തു. പെരിന്തൽമണ്ണ KVR. ഇപ്പൊ അയാൾ അവിടെ നിന്ന് പോകുന്നത് അയാൾ ലെക്സോണിലാണ്, കോട്ടയം ലെക്സോണിലാണ്. ഇപ്പൊ ശരിക്കും ആക്ച്വലി 3 മാസമല്ലോ. 3 മാസം. ഞാൻ കഴിഞ്ഞ 25-നാണ് എന്റെ വണ്ടി ഇറങ്ങിയത്. കഴിഞ്ഞ പറഞ്ഞാല് ഫെബ്രുവരി, മാർച്ച് 25 കയറാം. ഏപ്രിൽ, മെയ്, ജൂൺ. അതെ, മാർച്ച് 25-നാണ് വണ്ടി ഡെലിവറി കഴിഞ്ഞത്. ഇപ്പൊ 3 മാസമായി. 9200 കിലോമീറ്റർ ആയി ഇപ്പൊ വണ്ടി. 2 സർവീസ് കഴിഞ്ഞാൽ 2 സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് 1500-ലാണ്, ഫ്രീ സർവീസ് ആണ്. സെക്കൻഡ് സർവീസ് 7500-800-ലായിരുന്നു. അത് ഫ്രീ സർവീസ് ആണ്. ഇല്ല, പക്ഷെ അന്ന് അവര് ഇതിന്റെ ട്രാൻസിഷൻ ഓയിൽ, നമ്മളെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു 1200 രൂപ. ബാക്കി സർവീസുകളൊക്കെ ഫ്രീ ആണ്. അതാണ് സെക്കൻഡ് സർവീസിന് ഉണ്ടായത്. സെക്കൻഡ് സർവീസിൽ ശരിക്കും നിങ്ങൾ പിന്നെ ഈ KVR-ഉം ടാറ്റയിൽ പോയിട്ട് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, തുടർന്നിട്ടും അതുപോലെ തന്നെയായിരുന്നു? അതെ, KVR എന്നാണ് ഞാൻ വണ്ടി എടുത്തത്. എനിക്ക് അവിടുന്ന് വണ്ടി വളരെ പെട്ടെന്നെല്ലാം റെഡി ചെയ്ത് തന്നു. പിന്നെ അതിനുശേഷം സർവീസ് നമുക്ക് എവിടെ നിന്നും ചെയ്യാം കേട്ടോ. സർവീസ് ടാറ്റയ്ക്ക് എല്ലാ വണ്ടി അതുപോലെ തന്നെയാണ്. ഞാൻ KVR എന്നാണ് ഫസ്റ്റ് സർവീസ് ചെയ്തത്, സെക്കൻഡ് ലെക്സോൺ ചെയ്തത്. ഇനി നമുക്ക് എവിടെയാണോ
ആ സമയത്ത് നമുക്ക് സൗകര്യം കിട്ടുന്നത് അവിടെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നയം. രണ്ടായാലും കുഴപ്പമില്ല. KVR ലെക്സോണൊക്കെ നമുക്ക് ഓക്കെയാണ്. അപ്പം നിങ്ങൾ നെഗറ്റീവ് കണ്ടെന്ന് പറഞ്ഞ് എന്നിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പലരും വീഡിയോ കണ്ടിട്ട് തന്നെയാണ് വണ്ടി എടുക്കല്? ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഫസ്റ്റത്തെ പോയിന്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, ഫ്രണ്ടിന്റെ വണ്ടി എടുത്തിട്ട്, പിന്നെ അതുപോലെ ഫ്രണ്ട് ഉപയോഗിക്കുന്ന സോളാർ വീട്ടിൽ വെച്ചു. അതിനുശേഷം വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വണ്ടി എന്തായാലും എടുക്കാനുള്ള തീരുമാനിച്ചു. അതിലെ പുതിയ വണ്ടി വന്നു. അപ്പൊ ഒന്നും കൂടെ താല്പര്യം, കാരണം വെച്ചാൽ മൈലേജ് കൂടി വന്നു, റേറ്റ് കുറവ്, 2 ലക്ഷം റേറ്റ് കുറവ് വന്നു. ഞാൻ അതിന്റെ ഫുൾ ഓപ്ഷൻ ആണ് എംപവേർഡ് 40 എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഓപ്ഷൻ ആണ്. അതിന് 13,76,000 രൂപയാണ് ഞാൻ ബില്ല് പേ ചെയ്തത്. പിന്നെ അതിൽ ബെനിഫിറ്റ്സ് ആയിട്ട് എന്താണ്? അതിലെനിക്ക് ബെനിഫിറ്റ്സ് ആയിട്ട് കിട്ടിയതെന്ന് വെച്ചാൽ ഇൻഷൂറിൽ കുറച്ച് അവര് കുറവ് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് റേറ്റ് കുറയാനുള്ള. റേഞ്ചിന്റെ ഇത് ടോപ്പ് റേഞ്ചാണ് കിട്ടുന്നത്. ടോപ്പ് റേഞ്ച്, ഏറ്റവും ടോപ്പ് റേഞ്ച്. ടാറ്റ പഞ്ചിൽ തന്നെ ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റിന് ഏറ്റവും ടോപ്പ് മോഡലാണ്. പിന്നെ ഈ വണ്ടിയുടെ റേഞ്ച് പറയുന്നത് 450 ആണ്. 450 ശരിക്കും 50 കിലോമീറ്റർ AC ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. AC ഇട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യും? അത് 450 കമ്പനി പറയുന്നു. അത് വിത്തൗട്ട് AC ആണ് ഞാൻ മനസ്സിലാക്കിയത്. AC ഇട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മളത് ചുരുങ്ങും, 400 ചുരുങ്ങും. 400 എനിക്കൊരു 380 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, മൈലേജ് കിട്ടിയിട്ടുണ്ട്. AC ഇട്ട് പോയിട്ട് 380 കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു 320 താഴേക്കൊന്നും എനിക്ക് മൈലേജ് കുറഞ്ഞിട്ടില്ല. എങ്ങനെ ചുരം കയറിപ്പോയാലും എത്ര സ്പീഡിൽ പോയാലും എങ്ങനെ പോയാലും. ഇപ്പൊ എന്റെ മകൾ ഓടിച്ച ദിവസം പോലും എനിക്കൊരു 320. പിന്നെ നിങ്ങൾ ഏത് സ്പോർട്സ് മോഡ് ഇട്ടിട്ട് വരെ ഇല്ല, സ്പോർട്സ് മോഡ് ഞാൻ അതിലിട്ട് ഓടിച്ചിട്ടില്ല. ആകെ ആ സ്പോർട്സ് മോഡിൽ ഇട്ടൊന്ന് സാമ്പിൾ നോക്കി. അന്നേരം എനിക്ക് മനസ്സിലായി അത് എനിക്ക് പറ്റിയ ഓപ്ഷൻ അല്ല എന്ന്. കാരണം നല്ല പവർ, നല്ല ടോർക്കാണ്, വണ്ടി ചീറിപ്പോവും, തൊടുമ്പോഴേക്കാണ് പാളി മനസ്സിലാവില്ല എത്ര സ്പീഡ് ആകുന്നുണ്ട്, പെട്ടെന്ന് കയ്യിന്ന് പോകും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇല്ല. അത് സ്പോർട്സ് നമുക്ക് ഒഴിഞ്ഞ പ്രദേശമാവണം, അല്ലാതെ ഒരിക്കലും ഈ NH പോലെ അങ്ങനത്തെ റോഡിലൊന്നും നമുക്ക് സ്പോർട്സ് ഇടാൻ കഴിയില്ല. അത്രയും പവറാണ് സ്പോർട്സിൽ ഫീൽ ചെയ്തത്. ഞാൻ എപ്പോഴും ഓടിക്കല് മറ്റേതിലാണ്, സിറ്റിയിലാണ് ഞാൻ ഓടിക്കുന്നത്. എക്കണോമിയിൽ അപൂർവമായിട്ട് ഇടാനുള്ളൂ. എക്കണോമി പവർ വളരെ കുറവാണ്. അപ്പൊ ഓടിക്കാൻ നമുക്ക് കംഫർട്ട് സിറ്റിയിലാണ്. ഒരു 10 കിലോമീറ്റർ ഒക്കെ മാറ്റിയത് എല്ലാവരും മാറ്റം വരുന്നില്ല. ഹിൽ ഏരിയയിൽ പോയിട്ടും ഇതേ റേഞ്ച്. ഞങ്ങളിപ്പോ 3 പ്രാവശ്യം ഞങ്ങള് പോയി, 3 അല്ല 4 പ്രാവശ്യം. ഞങ്ങൾ ഹിൽ ഏരിയ പറയുന്നത് നാടുകാണി ചുരം കയറിയിട്ടുണ്ട്, വയനാട് ചുരം കയറിയിട്ടുണ്ട്. നാടുകാണി 2-3 പ്രാവശ്യം കയറിയിട്ടുണ്ട്. വയനാട് ഓൾറെഡി ചുരം കയറി. വയനാട് കൂടി കയറിയിട്ട് ഞാൻ ഇപ്പൊ അടുത്തൊരു വീഡിയോ ഇട്ടിരുന്നു ചാനലില്. വയനാട് കൂടി കയറിയിട്ട് ഞാൻ നേരെ പോയിക്കാണ്ട് പിന്നെ നാടുകാണി വരെ ഇറങ്ങി. ഞങ്ങളൊരു സംഘടനയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയപ്പോഴാണ്. അപ്പോഴൊക്കെ 320 താഴേക്ക് എനിക്ക് പോന്നിട്ടില്ല ചുരം കയറിയാൽ പോലും. പിന്നെ ചുരം കയറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇറങ്ങുമ്പോൾ അതിനുള്ള നമുക്കൊരു റീജനറേഷൻ കിട്ടുന്നുണ്ട്. റീജനറേഷൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഒന്നും വലിയൊരു റിസ്ക് എടുക്കണ്ട, വളരെ സ്ലോയില് പോരാ, നമുക്കൊരു പിടുത്തം ഉണ്ടാവും വണ്ടിക്ക്. അത് അതിന്റെ വിഷയം എന്ന് വെച്ചാല് 90ന്റെ മുകളിലൊക്കെ ആണെങ്കിൽ അത് കുറയും. നമ്മള് ഇപ്പൊ ഇങ്ങനെ പോകുമ്പോൾ 4-5% കയറുമ്പോ പിന്നെ അത് നമ്മൾ ബ്രേക്ക് ചവിട്ടി പോരേണ്ട അവസ്ഥയാണ്. ഡേഞ്ചറുമാണ്. അതായത് 90ക്ക് മുകളിൽ പോകുമ്പോ ചാർജ് പോകുമ്പോ നമ്മളിപ്പോ ചുരം ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ അതിന്റെ മുന്നേ ചാർജ് ചെയ്യുമ്പോൾ 90ന്റെ മുകളിൽ ആവരുത്. ഒരു 80-85 ചാർജ് 70 തന്നെ ഇറങ്ങിക്കോട്ടെ, ഏറ്റവും സേഫ് ആണ്. 70% ചാർജ് ഉണ്ടാകുമ്പോൾ ഇറങ്ങാം. പ്രത്യേകിച്ച് EV വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പലർക്കും അത് അറിയില്ല. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് റീജനറേഷൻ മോഡ് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇറങ്ങാൻ വേണ്ടിട്ട് പാടുള്ളൂ. അതാണ് ഏറ്റവും സേഫ്. അതല്ലെങ്കിൽ സാധാ വണ്ടിയുടെ സാധാ ബ്രേക്ക് ചൂടാവും. പിന്നെ ഇതിനൊരു വ്യത്യാസം എന്ന് വെച്ചാല് പഴയ പഞ്ചീവിക്ക് 4 ബ്രേക്കും ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു. പക്ഷെ ഇവര് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഒന്ന് ചെയ്തത് ബാക്കിലെ ഡിസ്ക് ബ്രേക്ക് ഒഴിവാക്കിയിട്ട് സാധാ ഡ്രം ബ്രേക്ക് ആക്കി, ഒരു കോസ്റ്റ് കട്ടിങ് ചെയ്തത്. അപ്പൊ അത് ഇതിന്റെ ബ്രേക്കിനെ ബാധിക്കുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പൊ നമ്മള് ഈ പുതിയ പഞ്ചീവി സേഫ്റ്റി നോക്കുമ്പോ അത് ബ്രേക്ക് കുറവ് തന്നെയാണ്, സംശയമൊന്നുമില്ല. എടുക്കുന്നവര് കൂടുതൽ സേഫ്റ്റി എടുക്കുന്നത്. അപ്പൊ അവര് ബ്രേക്കിൽ കട്ടിങ് നടത്തിയത് കോസ്റ്റ് കട്ടിങ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അവര് ഫ്രണ്ടിലെ ലൈറ്റിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അത്ര നമ്മളെ ബാധിക്കുന്ന സാധനം. ഈ ബ്രേക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു മാറ്റിയൊരു സംഭവം. അത് ശരിക്കും ഡിസ്ക് തന്നെ ആവേണ്ടിയിരുന്നു. എന്തായാലും ഇത്രയും ഒരു കാശ് കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്നത്. അതെ. അപ്പൊ ഇതില് നമ്മള് പഞ്ചീവി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് അറിയോ? എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാല്, നമ്മള് പഴയ പഞ്ചീവിയെയും പുതിയ പഞ്ചീവിയും ഒരുപോലെ കാണരുത്. രണ്ടും തമ്മിൽ കാര്യമായ മാറ്റങ്ങളുണ്ട്, നല്ല വ്യത്യാസമുണ്ട്.
ഒന്ന് റേഞ്ചിലാണ്. റേഞ്ചിൽ നല്ല മാറ്റം. ബാറ്ററി പാക്ക് 5 കൂട്ടിയിട്ടുള്ളെങ്കിലും കിട്ടുന്ന റേഞ്ചിൽ കാര്യമായ മാറ്റം. അപ്പൊ ഷോയബ് മാഷ വണ്ടിക്ക് ഒരു 300-310 മാക്സിമം കിട്ടുന്നത്. ഇത് ആ സമയത്ത് കിട്ടുന്നത് 380-390 കിട്ടുന്നുണ്ട്. അപ്പൊ അത്രയും മാറ്റം 2 വണ്ടി തമ്മിലുണ്ട്. രണ്ടാമത് പിന്നെ അതേപോലെ തന്നെ ഈ ഹൈവേ ഇത് ചുരം കയറുന്ന സമയത്ത് മറ്റേത് കാര്യമായിട്ട് റേഞ്ച് ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട്. ഇതിനാ സംഭവിക്കുന്നത്. പഠിച്ചിട്ട് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ മാറ്റം ഇതിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാറ്ററി വ്യത്യാസമുണ്ട്. പാക്ക് മാത്രമല്ല, ഇത് പ്രിസ്മാറ്റിക് ബാറ്ററിയാണ്. അപ്പൊ ആ ഒരു മാറ്റത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ സിസ്റ്റം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇതിന് പിന്നെ ഇപ്പം വാറണ്ടി കമ്പനി ഞാൻ പിന്നെ ഈ പഞ്ച് അല്ലെങ്കിൽ ഒരു EV വണ്ടി എടുക്കുന്ന ആൾക്കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സ്റ്റൻഡ് വാറണ്ടി നിർബന്ധമായി എടുക്കണം. കാരണം ഇതിന് 3 വർഷമാണ് കമ്പനി വാറണ്ടി ഇടുന്നത്. നിലവിൽ വണ്ടിയുടെ വാറണ്ടി മോട്ടറിന് 8 വർഷമുണ്ട്, ബാറ്ററിക്ക് 15 വർഷമുണ്ട്. പക്ഷെ വണ്ടിയുടെ വാറണ്ടി എത്രയേ ഉള്ളൂ? 3 വർഷമേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ 2 വർഷം എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. 31,000 സംതിങ് രൂപയ്ക്ക് എടുത്തിട്ടുള്ളത്. അത് ശരിക്കും 3 വർഷം എടുക്കായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നി. പിന്നെ നമുക്ക് അത്രയും കാലം 6 വർഷം വരെ നമ്മൾ സേഫ് ആണല്ലോ. ബാറ്ററി അല്ല, ബാറ്ററി 15 വർഷം വരെ സേഫ് ആണ്. ബാറ്ററിക്ക് മോട്ടർ 15 വർഷമുണ്ട് ബാറ്ററിക്ക്. പഴയ 5GB 8 വർഷം, പുതിയ 5GB 15 വർഷം. ഇത് മോട്ടർ അടക്കം കിട്ടി. മോട്ടർ 8 വർഷം, മറ്റേത് 15 വർഷം. അതല്ലാതെ ബാക്കി മുഴുവൻ പാർട്സിനും 3 വർഷമേ ഉള്ളൂ. ഈ സെൻസർ സാധനം എല്ലാത്തിനും 3 വർഷമേ ഉള്ളൂ. അത് ഞാൻ ഇപ്പൊ 2 വർഷം എക്സ്റ്റൻഡ് എടുത്തപ്പോ 5 വർഷം. ശരിക്കും 3 വർഷം നമുക്ക് കിട്ടും എക്സ്റ്റൻഡ്. അപ്പൊ 3 തന്നെ എടുക്കായിരുന്നു. ഞാൻ പിന്നെ നമുക്ക് ആലോചിച്ചത്. അപ്പൊ ടോട്ടൽ എത്ര കിട്ടും? ടോട്ടൽ നമുക്ക് 6 വർഷം കിട്ടും. ശരിക്കും 6 വർഷം വണ്ടി ഫുള്ള്. ഒരു 3-4 വർഷം കഴിയുമ്പോ കംപ്ലൈന്റ് വന്നു തുടങ്ങും. ഈ സെൻസർ പോലെയുള്ള സാധനങ്ങൾക്കൊക്കെ മാത്രമല്ല, ഇതിന് കംപ്ലൈന്റ് വന്നാൽ പ്രശ്നം നല്ല വിലയാണ്. നല്ല വിലയാണ്. ഇപ്പൊ ഈ വണ്ടി ഇറങ്ങിയ ശേഷം പിന്നെ എനിക്കൊരു KVR എന്നൊരു കോള് വന്ന്, മാഷ വണ്ടിക്ക് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ, അതിന്റെ ബാക്കിലെ ബ്രേക്ക് ഉണ്ടല്ലോ, ബ്രേക്ക് മാറ്റി പറഞ്ഞല്ലോ, ആ ബ്രേക്ക് പോരാ എന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. റിയർ ബ്രേക്കിന്റെ സെറ്റ് മൊത്തം അവർ മാറ്റി പോകും. വണ്ടി തിരിച്ച് ഈ ബാച്ച് ഇറങ്ങിയ മുഴുവൻ വണ്ടി തിരിച്ചു വിളിച്ചിട്ട് റിയർ ബ്രേക്ക് സെറ്റ് മൊത്തം മാറ്റി. ഡ്രമ്മും മാറ്റിയപ്പോ ഡ്രമ്മില്ല, അതിന്റെ ഒരു സെറ്റിങ്സ് മൊത്തം എന്തൊക്കെയോ പിന്നെ പാർട്സുകളെ മാറ്റിയത്. കുറച്ചും കൂടെ നമുക്ക് ഡ്രമ്മിനൊക്കെ അതിലെന്തോ അതില് കുറച്ച് അപ്ഡേഷൻ കൊടുത്തു അവര്. അതിന് അന്ന് അതിനുശേഷം മാറ്റമുണ്ട്. ഫ്രീ ആണ്, പക്ഷെ അതിൽ 13,000 ബില്ല് കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും എന്താണ് പിന്നീട് വരെ നമുക്ക് ചെലവ് വരുമല്ലോ. ഒന്നാമത്. രണ്ടാമത് ഇപ്പൊ നിങ്ങൾക്ക് ചെലവ് വന്നിട്ടില്ല അതിന്. അതൊക്കെ ഫ്രീ ആണ്. അത് കമ്പനി നേരിട്ട് വിളിച്ച് അവര് ചെയ്യിപ്പിക്കണം, മാറ്റിക്കണം, അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഓൾറെഡി ഒരു ബഗ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബഗ്സില് പിന്നെ ഇപ്പൊ പ്രശ്നമുള്ള ഒരു ബഗ് ഇപ്പൊ എല്ലാ ഈ 5GBക്കും വരുന്നുണ്ട്, പുതിയ 5GBക്ക്. അതിന്റെ വിഷയം എന്താ വെച്ചാല് നമ്മളെ കൂളന്റിന്റെ പമ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിപ്പോ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചാറ്റിനായിട്ട്. ഇതെല്ലാം നെഗറ്റീവും ഇതിന്റെ കൂടെ പറയുന്നു. ഞാൻ എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാല് നെഗറ്റീവ് മാത്രം പറയരുത് എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ ഈ EVകളുടെ നെഗറ്റീവ് മാത്രം പറയരുത്. അതിന്റെ കൂടുതൽ പോസിറ്റീവ് ഉണ്ട്. ആ പോസിറ്റീവിനാണ് മറച്ചു വെച്ചിട്ട് നെഗറ്റീവ് മാത്രം പറയുന്നത്. ഉദാഹരണത്തിന് എല്ലാവരും പറയും ചുരം കയറുമ്പോൾ ഭയങ്കര റേഞ്ച് കട്ടിങ് ആണ്, റേഞ്ച് പറ്റൺ കുറയെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ഡീസൽ വണ്ടിയിൽ പെട്രോൾ വണ്ടി ഇട്ട് ഒരു ചുരം കയറിയോട്ടെ, ഈ NH പോണ മൈലേജ് കിട്ടൂല. ഞാൻ തന്നെ ബലേന ഉപയോഗിക്കുന്നത്. ഇപ്പൊ പെട്രോളിൽ ഇപ്പൊ എഥനോളെല്ലാം മിക്സ് ആക്കിട്ട് എന്താണ് റേഞ്ച്? അതാണ് അല്ല, അത് ചുരം കയറുമ്പോ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ കയറി പോകുമ്പോ എന്തായാലും 10, 11, 12. നേരെ മറിച്ച് ഹൈവേയിൽ പോകുമ്പോ 20 കിട്ടും. അതേ കുറവ് തന്നെയാണ് EVയിലും വരുന്നത്. പക്ഷെ അതാരും പറയില്ല. ഭയങ്കര റേഞ്ച് കുറവാണെന്ന് പറയും. റേഞ്ച് കുറവ് മാത്രല്ല, ഇപ്പോഴും EVനെ കുറിച്ചിട്ട് പല ആൾക്കാർക്കും ഡൗട്ട് എന്ന് പറഞ്ഞാൽ EV കയറ്റം കയറുമോ, അതൊക്കെയാണ് സംശയം. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ ഏതാണ് വണ്ടി. നമുക്ക് ചുരൊക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും സൗകര്യമാണത് EV. നല്ല സുഖമാണ് ചുരൊക്കെ. ചുരം മാത്രമല്ല, മൊത്തം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡ്രൈവിംഗ് ആണെങ്കിലും യാത്രയാണെങ്കിലും ഒരു ടയർഡും ഇല്ല. ഞാനിപ്പം ഒരു 400-500 കിലോമീറ്റർ ഇതിന്റെ ഇടക്ക് ഓടിച്ചിരുന്നു EV 5, ഇതിന്റെ മുമ്പത്തെ 5. പോയി വന്ന് നമ്മള് അറിഞ്ഞിട്ടില്ല ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതാണ് ഞാനിപ്പോ ഇന്നോവേറ്റ് പോയിരുന്ന തിരുപ്പൂരൊക്കെ പോയിരുന്നൊക്കെ ഒഴിവാക്കി പൊക്കെ തീട്ടാ പോകുന്നത്. 2 കാര്യമാണ്. യാത്രക്ക് സെയിം കംഫർട്ട് കിട്ടുന്നതുകൊണ്ട് ഇന്നതിന് നമുക്ക് വെറുതെ പൈസ കൊടുക്കണ്ടല്ലോ, എണ്ണക്ക് പൈസ കൊടുക്കണ്ടല്ലോ. ഡ്രൈവിംഗ് കംഫർട്ട് എന്താ പ്രശ്നം എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു പറയും നിങ്ങളിപ്പോ 2 ആള് പോകുന്നുള്ളൂ, 3 ആള് പോകുന്നുള്ളൂ. 5 ആള് 6 ആള് വെച്ച് പോകുമ്പോ ചെറിയൊരു റേഞ്ച് കുറയും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. എനിക്ക് മനസ്സിലായത് 350 ഒരു 330 അല്ലെങ്കിൽ 35 ചുരുങ്ങും. ഒരു ഡീസൽ വണ്ടി ആയിക്കോട്ടെ, ഫുള്ളോട് വെച്ചൊന്ന് യാത്ര പോയോട്ടെ, മൈലേജ് കുറയില്ലേ? അത് പറയില്ല. EVക്ക് ഭയങ്കര കമ്മി കുറയാന്ന് പറയും. ഡീസൽ വണ്ടി കിട്ടുന്നില്ല. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ എന്തോ ഒരു
പ്രശ്നം കൊണ്ട് എനിക്ക് തോന്നുന്നു ഡീസൽ വണ്ടി കുറക്കുന്നുണ്ട് ഇപ്പൊ. ഡീസൽ വണ്ടി ഇപ്പൊ എല്ലാം മാരുതി ഡീസൽ ഇല്ലല്ലോ. ഇല്ല, മാരുതി സുസുക്കി ഇറക്കുന്നില്ല. ഹ്യുണ്ടായിലുണ്ട് ഇപ്പൊ. ഹ്യുണ്ടായിലും പിന്നെ കിയയിലും മാത്രമേ ഡീസൽ കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ ടാറ്റയിലും ഇല്ലാന്ന് തോന്നുന്നു. അതെ. പിന്നെ രണ്ടാമത് പിന്നെ മറ്റൊരു വിഷയം പറയുന്നത് വെച്ചാല് നമുക്ക് EV-യിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. MG ഉണ്ട്, ടാറ്റ ഉണ്ട്, ഇപ്പൊ മാരുതി ഇറക്കി. പിന്നെ ഇറങ്ങിയിട്ട് മാരുതി വിടാം, മാരുതി ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. നോക്കാം MGയും ടാറ്റയും മഹേന്ദ്രയാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ. ഇപ്പൊ കിയ, അതേപോലെ കിയ എല്ലാ വണ്ടിയും കിയം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു പ്രൈസില് 13,80,000 രൂപയ്ക്ക് ഫുൾ ഓപ്ഷനോട് കൂടിയ അതിന് സൺറൂഫും സീറ്റ് വെന്റിലേഷനും 360 ക്യാമറ വരെ അടങ്ങിയ ഒരു വണ്ടി 13,76,000 കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും മറ്റൊരു വണ്ടിയും അതിനടുത്തേക്ക് ഇപ്പോ നമുക്കില്ല. ഈ ലാസ്റ്റ് ഫേസ് ലിഫ്റ്റ് ഇറക്കിയ ടാറ്റ പഞ്ചിന്റെ അതിനോട് കിടപിടിക്കാവുന്ന ഒരു വണ്ടി ആ റേറ്റില് മിനിമം ഒരു 5-6 ലക്ഷം കൂട്ടി കൊടുക്കാതെ ഇത്തരം ഒരു റേഞ്ചിൽ വണ്ടി വേറെ ഒരു ബ്രാൻഡ് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടി 5 ലക്ഷം മിനിമം നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി കൊടുക്കണം. ആ 5 ലക്ഷത്തിന്റെ കുറവ് തന്നെയാണ് ആളുകൾ ഈ ടാറ്റമ്മക്ക് എത്തിക്കുന്നത്, ഈ പഞ്ചമക്ക്. നമ്മൾ ഒരിക്കലും കമ്പനി നമുക്ക് പറഞ്ഞിട്ടോ നമ്മൾ ഇതാക്കിയിട്ടോ അല്ല, നമ്മളൊരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആൾക്കാർക്ക് എത്തിക്കണം എന്ന് അത്രേ ഉള്ളൂ. നമുക്കിപ്പോ ഞാന് പിന്നെ വിൻസർ ഓടിച്ചിരുന്നു. ഇപ്പൊ എന്റെ സ്കൂളിൽ തന്നെ മാഷത്ത് പിന്നെ കോമറ്റ് ഉണ്ട്, ടാറ്റയുടെ 4-5 വണ്ടി നമ്മുടെ സ്കൂളിൽ തന്നെ ഉണ്ട്, EV-കളുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ടാറ്റയിൽ ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരും ടാറ്റയിൽ പോകാൻ കാരണം വെച്ചാൽ എക്കണോമിക്കലി അത് നമുക്ക് ലാഭകരമാണ്, ബെസ്റ്റ് ചോയ്സ് ആണ്, സാമ്പത്തികമായിട്ട് ബെസ്റ്റ് ചോയ്സ് ആണ്. ഒരു 5 ലക്ഷത്തിന് വ്യത്യാസമാണ് ഇന്നത്തെ കാലത്ത്, ചെറിയ വ്യത്യാസമല്ല. അപ്പൊ അതിന്റെ ഒരു റിസ്ക് എന്താ വെച്ചാൽ ഈ ആളുകളുടെ ഇത്തരം കമന്റുകൾ കേട്ട് നമ്മള് മടുക്കും. നിങ്ങൾ ടാറ്റയാണ് എടുത്തത്, സർവീസ് സെന്റർ എണീക്കാനോ ഉണ്ടാവില്ല, അവിടെ കൊണ്ടേട്ട സംഭവം സത്യമാണ്. ടാറ്റയുടെ സർവീസ് സെന്റർ വളരെ മോശം തന്നെയാണ്. അത് അവർ റെഡിയായി വരുന്നുണ്ട്. അതായത് പണ്ട് മാരുതി സുസുക്കി എല്ലാം ഉള്ള പോലെ അത്രയും സർവീസ് സെന്ററുകൾ ഇല്ല. ഇവരിപ്പം സത്യത്തിൽ നമ്മൾ ഈ ഓല സ്കൂട്ടർ സംഭവിച്ചൊരു വിഷയമാണ്. അവർക്ക് സർവീസ് എത്തി, ഏറ്റവും നല്ല വണ്ടി ആയിരുന്നു, പക്ഷെ അവർക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് മാത്രം വണ്ടി ഇറങ്ങി കിടക്കില്ല. അതേ അവസ്ഥ ടാറ്റക്കുണ്ട്. ടാറ്റ ശരിക്കും സർവീസ് സെന്റർ, എന്റെ അഭിപ്രായത്തിൽ ടാറ്റ ഇനി ചെയ്യേണ്ടത് EV-ക്ക് വേണ്ടി മാത്രം സർവീസ് സെന്റർ തുടങ്ങണം. ഇതൊരു സർവീസ് സെന്ററിൽ EV ഉണ്ടാവും, ഒരു റിക്വസ്റ്റ് ആണത്. അവിടെ EV ഉണ്ടാവും, മറ്റു എല്ലാ വണ്ടിയും അവിടെ ഉണ്ടാവും. പിന്നെ അങ്ങനെ വരുമ്പോ ശരിക്കും EV വണ്ടികൾക്ക് അതിന്റെ സർവീസ് ചെയ്യുന്ന ആള് സ്പെഷ്യൽ ടെക്നീഷ്യൻസ് വേണം. അവർ EV മാത്രം ചെയ്യണം. അതായത് ഇതില് ഫുള്ള് അപ്ഡേറ്റ്സ് വരുന്നത്, അപ്ഗ്രേഡ് വരുന്നത് എല്ലാം അറിഞ്ഞ് സോഫ്റ്റ്വെയർ അങ്ങനെ EV-യുടെ ഇപ്പൊ ഷോറൂം തുടങ്ങി. ടാറ്റ EV ഷോറൂം മലപ്പുറത്ത് ഇപ്പൊ ലെക്സോൺ തുടങ്ങി, KVR കണ്ണൂർ തുടങ്ങിയായിരുന്നു. അങ്ങനെ എല്ലാ ബ്രാൻഡുകൾക്കും. എറണാകുളത്ത് ടാറ്റക്ക് EV-ക്ക് മാത്രമായിട്ട് ഷോറൂം ഉണ്ട് തോന്നുന്നു. അല്ലെ, മലപ്പുറത്തുണ്ട്. മലപ്പുറത്തുണ്ട് ലെക്സോണിന്റെ മലപ്പുറം ഷോറൂം ഉണ്ട്. EV മാത്രമാണ് അവിടെ. സർവീസ് ഇല്ല, എവിടെയും സർവീസ് ഇല്ല. എറണാകുളം സർവീസ് ഇല്ല, സെയിൽസേ ഉള്ളൂ. സെയിൽസ് മാത്രം പോരാ. സെയിൽസ് മാത്രല്ല, സർവീസ് എന്ത് ചെയ്യണം, EV വണ്ടികൾക്ക് സർവീസ്. ഇപ്പൊ കോഴിക്കോട് തുടങ്ങിയാൽ ഞങ്ങളൊക്കെ അവിടെ പോകും. മലപ്പുറത്ത് കോഴിക്കോട് പോയി സർവീസ് അങ്ങോട്ട് വരും. അപ്പൊ ആ രീതിയിൽ ടാറ്റ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. 2-3 എണ്ണം ആദ്യം തുടങ്ങിയാൽ എറണാകുളം, കോഴിക്കോട് ബേസ് ചെയ്തിട്ട് ബാക്കി ഓക്കെ എല്ലാവരും അവിടെ ചെയ്യും. എന്നുവെച്ചാല് നമുക്ക് ഈ സർവീസ് മാത്രം ടാറ്റയുടെ പ്രശ്നം. എല്ലാരും പറയും നമ്പർ 1 വണ്ടിയാണ്, പക്ഷെ സർവീസ് വളരെ മോശം. അത് പെട്രോൾ ആണെങ്കിലും വണ്ടി നല്ലതാണ്. അതെ, EV ആണെങ്കിൽ വണ്ടി ഉറപ്പുള്ള നമുക്കൊരു സുരക്ഷിതമായ വണ്ടിയാണ്. സർവീസ് ആണ് പ്രശ്നം. സേഫ്റ്റി ഉണ്ട്, നല്ല സേഫ്റ്റി ഉണ്ട്. പിന്നെ വിൻസറും ഇതും തമ്മിൽ ഞാൻ രണ്ടിലും യാത്ര ചെയ്ത് രണ്ടും ഓടിച്ചിട്ടുണ്ട്. എനിക്കൊരു മാറ്റം തോന്നി വെച്ചാൽ, ഒന്ന് വിൻസറിൽ പുറത്തുനിന്നുള്ള സൗണ്ട് ഭയങ്കരമായിട്ട് വണ്ടിയുടെ ഉള്ളിലേക്ക് വരും. രണ്ടാമത് വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഒന്ന്. രണ്ടാമത് അതിലെ ഈ ഒരു അതിന്റെ സസ്പെൻഷൻ നല്ല വീക്കാ. പഞ്ച് സസ്പെൻഷന്റെ അടുത്ത് പോലും നമുക്ക് വിൻസർ സസ്പെൻഷൻ എത്തില്ല. ഞാൻ രണ്ടും ഓടിച്ച് യാത്ര ചെയ്തൊരു അനുഭവം കൊണ്ട് പറയണം. പക്ഷെ പിന്നെ MG നല്ല, അതിന് ഏറ്റവും വലിയ ഗുണം അറിയോ, ഞാൻ കണ്ടത് ഇതിന്റെ ബാക്കിൽ 3 ആൾ യാത്ര ചെയ്ത കൺജസ്റ്റഡാ. 3 ആൾക്ക് ശരിക്കും ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ നല്ല ടൈറ്റാ ഈ പഞ്ചീവിക്ക്. അതിന് ഏറ്റവും വലിയ ഡ്രോബാക്ക് ആണ് അത്. എന്നാൽ വിൻസറിൽ 4 ആക്കിയിരിക്കാം. അത് ഇന്നോവന്റെ ആ ഒരു ഭയങ്കര നല്ല സൈസ് വണ്ടിയാണ്. അതിന്റെ പോസിറ്റീവ് ആണ്, നമ്മളതിന് അങ്ങനെ തന്നെ കാണണം. എല്ലാ ഇതിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പക്ഷെ അതിൽ ബെറ്റർ ആയിട്ട് തോന്നിയ വണ്ടിയാണ് പഞ്ച്. ഈ റേറ്റിന് പഞ്ചനാണ് ബെറ്റർ. അതുകൊണ്ട് ഞാൻ എടുക്കാനുള്ള കാരണം. പിന്നെ നിങ്ങൾ നെക്സോൺ, ഇപ്പൊ ടാറ്റയിൽ തന്നെ കുറെ EV ഉണ്ടല്ലോ, അത് നോക്കിയില്ല? വേറെ നോക്കിയിരുന്നു. പിന്നെ പ്രൈസ് കൂടുമ്പോ ഹാരിയർ അല്ല, അതില് ഞാൻ മനസ്സിലാക്കിയത്
കാര്യമായിട്ട് അത്ര റേഞ്ച് ഞാൻ നോക്കിയിട്ടില്ല. കാരണം EV ഒരു റിസ്ക് ആണല്ലോ എടുക്കുന്നത്. ഒരു പരീക്ഷ ഒരു പരീക്ഷണമാണല്ലോ. പിന്നെ അതിൽ മനസ്സിലായെന്ന് വെച്ചാല് ഇപ്പൊ പുതിയ ഇറങ്ങിയ ടിയാഗോയില് പോലും ഈ ബാറ്ററി അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ടാറ്റ ഈ ബാറ്ററി ഇറക്കിയത് ഈ 5GB ഫസ്റ്റ് ആയിട്ട് ഇറക്കിയത്. ഈ പ്രിസ്മാറ്റിക് ബാറ്ററി എന്ന് പറയുന്നത് ഇതിനാണ് ഇറക്കിയിട്ടുള്ളത്. ഇനി നെക്സോണിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത അപ്ഡേഷനിൽ ഈ ബാറ്ററി നെക്സോണിൽ വരും. അപ്പൊ അതിന്റെ റേറ്റും ചിലപ്പോൾ എന്ത് ചെയ്യും. ഇത് ബാറ്ററി മാത്രമല്ല, ഇതിന്റെ മോട്ടറൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്, കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് ഈ റേറ്റിക്ക് അവർ എത്തിച്ചിട്ടുള്ളത്. അത് ടിയാഗോ പഴയ അവസ്ഥ തന്നെയാണ്, പഴയ സാധനം. പക്ഷെ ഫേസ് ഒക്കെ മാറ്റി വന്നതേ ഉള്ളൂ. പിന്നെ ടാറ്റ പഞ്ചാണ് അവര് ഇതിന്റെ ഈ EVയുടെ ബേസിൽ ഇറക്കിയ സാധനം ഈ പഞ്ചാണ്. ബാക്കിയൊക്കെ ഡീസൽ വണ്ടി EV മോഡൽ ഇറക്കിയതാണ്. പ്ലാറ്റ്ഫോം EVന്റെ ഒറിജിനൽ പ്ലാറ്റ്ഫോം ആണ് പഞ്ച്. അതെയോ? ഇതിപ്പോ ഇതേ പ്ലാറ്റ്ഫോം പെട്രോൾ വരുന്നില്ല? ഉണ്ട്, പെട്രോൾ ഉണ്ട്. പക്ഷെ അത് ഇതിനു വേണ്ടി ഇറക്കിയതാണത്. അതിക്ക് പെട്രോൾ കൊടുത്തതാണ്. മറ്റേ അങ്ങനെയല്ല, മറ്റേത് ആ പിന്നെ പെട്രോൾ വണ്ടിന്റെ ഇതിലേക്ക് EV കൊണ്ടുപോയതാണ്. പ്ലാറ്റ്ഫോം ഒന്ന് ആക്കിയതാണ്. EV ആണ് അവർ ശരിക്കും EVക്ക് വേണ്ടി ഇറക്കിയ പ്ലാറ്റ്ഫോം പഞ്ചില്. ഈ പഞ്ചല പഞ്ച് മുന്നിറങ്ങിയ പഞ്ചൊക്കെ EV പ്ലാറ്റ്ഫോമിലാണ് പഞ്ച് വന്നിട്ടുള്ളത്. പക്ഷെ അതുപോലെ തന്നെ വിൻസറും അവകാശപ്പെടുന്ന അവരും ആണ്. വിൻസർ അത് മാത്രമേ ഉള്ളൂ, കംപ്ലീറ്റ് EV മാത്രമാണ്, വേറെ ഒന്നുമില്ല. അത് ഏറ്റവും അപ്പൊ നെക്സോൺ ചോദിച്ചല്ലോ എന്തുകൊണ്ട് നെക്സോൺ ടിയാഗോ ഒക്കെ നോക്കിയെന്നുള്ളത്. അപ്പോ ഒന്ന് പഞ്ചാണ്, ടാറ്റയിലുള്ളതിൽ പഞ്ചാണ് അതിൽ നല്ലത്. പിന്നെ നെക്സോണും ഇതും തമ്മിൽ ഏകദേശം 4-3 ലക്ഷം രൂപ മാറ്റമുണ്ട് റേറ്റില്. റേഞ്ച് ആകെ 10-30 റേഞ്ചിലെ മാറ്റം കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ എന്തിനാ നമ്മൾ നെക്സോണിലേക്ക് പോകാൻ? യെസ്. രണ്ടാമത് നെക്സോണിന്റെ ബാക്ക് സീറ്റ് നല്ല വിസ്താരാണ്, ഈസിയാണ്. നമുക്ക് ബാക്ക് സീറ്റ് അതിൽ ആവശ്യമില്ല. എന്റെ യൂസിന് ശരിക്കും എനിക്ക് നമ്മളെ യൂസിന് ഇതേ ആവശ്യമുള്ളൂ. നമ്മളെപ്പോ നോക്കേണ്ടത് നമ്മളെ യൂസ് ആണ്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ പെട്രോൾ വാഹനം ഡീസൽ വാഹനം പെട്രോൾ വാഹനം നിങ്ങൾ ഉപയോഗിച്ചോ, കുറച്ച് ഓട്ടോ ഉള്ളവർക്ക് പിന്നെ അല്ലേ. ഇനി നിങ്ങൾക്ക് EV വാഹനങ്ങളെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്രോൾ വാഹനം ഉപയോഗിക്കുന്നവർ ഓടിച്ച് EV ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ പെട്രോൾ വിറ്റിട്ട് EV എടുക്കാൻ. നെഗറ്റീവ് എന്ന് വെച്ചാലേ റീസെയിൽ വാല്യൂ വളരെ കുറവാണ് EV. അപ്പോ ഓടാത്ത ഒരാൾക്ക് ശരിക്കും ഇത് ഓടി മുതലാവണം എന്നാ പറയുന്നത്. നല്ല ഓട്ടുണ്ടോ EV നല്ല ലാഭകരമാവും. ഓടി മുതലാക്കണം. അതല്ലാതെ തീരെ ഓട്ടില്ലാത്ത ഒരാൾ EV എടുത്തു കഴിഞ്ഞാൽ ഗൾഫിലുള്ള ആള് പ്രത്യേകിച്ച് EV ഒന്നും ഒരു കാര്യമില്ല. കാരണം അവർ 8-5-6 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോ പകുതിയുടെ താഴേക്ക് വില പോരും. ആ സമയത്ത് പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി 1 ലക്ഷം 2 ലക്ഷം കുറയും. ഇത് വണ്ടിയുടെ പകുതി വരെ താഴേക്ക് പോരും. വാങ്ങാൻ ആളുണ്ടാവില്ല. പിന്നെ രണ്ടാമത് ഇതിന് ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോയില് പിന്നെ അത് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഈ 15 വർഷം അവർ ഞങ്ങൾക്ക് ബാറ്ററിക്ക് വാറണ്ടി തന്നിട്ടുണ്ട്. 15 വർഷം ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഉണ്ട്. 4 ഫാസ്റ്റ് ചാർജിങ് കഴിഞ്ഞാൽ, 3 ഫാസ്റ്റ് ചാർജിങ് കഴിഞ്ഞാൽ 4-മത്തേത് ഒരു സ്ലോ ചാർജ് ആവണമെന്ന് പറയുന്നുണ്ട്. അതിലേറെ പ്രശ്നമുള്ള വിഷയം എന്താ വെച്ചാല്, ഈ വണ്ടി ഞാൻ സെയിൽ ചെയ്യുകയാണെങ്കിൽ, ഞാനൊരാൾക്ക് വിറ്റ് കഴിച്ചാൽ പിന്നെ അയാൾക്ക് ഈ വണ്ടിക്ക് 8 വർഷം പിന്നെ അതിന്റെ വാറണ്ടി ഉള്ളൂ. സെക്കൻഡ് RC ഓണർക്ക് 15 ഒരൊറ്റടിക്ക് 8 മാറും. അതെന്തിനാന്ന് വരെ മനസ്സിലായിട്ടില്ല. അതൊരു ചതിയല്ല ശരിക്ക്. കാരണം വണ്ടിന്റെ വാറണ്ടി വണ്ടിക്കല്ലേ, എടുക്കുന്ന ഓണർക്കല്ലല്ലോ വാറണ്ടി, വ്യക്തിക്കാണ് വാറണ്ടി. ഇപ്പൊ എന്റെ പേര് വണ്ടി എടുത്തു, എനിക്കാണ് വാറണ്ടി, എന്റെ വണ്ടിക്കാണ് വാറണ്ടി. ഈ വണ്ടി ആരെടുത്തോ അയാൾക്ക് വാറണ്ടി കിട്ടണം. ഇവര് നേരെ എന്ത് ചെയ്തു, രണ്ടാമതൊരാൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ അയാൾക്ക് 15 വർഷം കട്ട് ചെയ്തിട്ട് 8 വർഷമാക്കി മാറ്റി. ഞാൻ 1 വർഷം കഴിഞ്ഞ് വിറ്റാൽ 14 വർഷം വാറണ്ടി ബാക്കിയുണ്ടല്ലോ. പക്ഷെ അത് എടുക്കാൻ പോകുന്ന ആള് ചിന്തിക്കുകയും ചെയ്യും. അപ്പൊ ഇവരുടെ ബുദ്ധിയാ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയെന്ന് വെച്ചാല് എല്ലാവരും പുതിയ വണ്ടിയിലേക്ക് തന്നെ പോയിക്കോട്ടെ, സെക്കൻഡ് ഹാൻഡ് കാരും പോണ്ട, വിൽപ്പന കുറച്ച് പ്രയാസം ഉണ്ടാക്കുക, എടുക്കാൻ മടിക്കൂലേ. ഇത് എടുക്കുന്നതിനാ എനിക്ക് എല്ലാവരും പുതിയ എടുത്താൽ 15 വർഷം വാറണ്ടി കിട്ടൂലേ. ശരിക്കും EVന്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെ അവര് സക്സസ് ആക്കി. സെക്കൻഡിന് മാർക്കറ്റിൽ സെക്കൻഡ് വേണ്ട, നിങ്ങൾ 15 വർഷം ഉപയോഗിച്ചോളൂ. അതെ, ഓടി മുതലാക്കാൻ റീസെയിൽ വാല്യൂ വേണ്ടെന്ന് തന്നെ ടാറ്റയുടെ ആ രീതിയിൽ അവർ ആ ഒരു നിയമത്തെ. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ വാറണ്ടിക്ക് പ്രശ്നം വരാൻ വേണ്ടിട്ട് സാധ്യതയുണ്ടല്ലോ, ഇങ്ങനെ 4 ഫാസ്റ്റ് ചാർജ് അങ്ങനെ അത് പറയുന്നുണ്ട്. പക്ഷെ അതിനെ കുറിച്ച് ഇതുവരെ അതില് ക്രൈറ്റീരിയ, ഇതിലൊരു വിഷയം എന്ന് വെച്ചാലേ, നമ്മൾ ഈ വണ്ടി വാങ്ങുന്ന സമയത്ത് നമുക്ക് സാധാരണ എന്ത് വസ്തു വാങ്ങിയാലും വാറണ്ടി കാർഡോ അല്ലെങ്കിൽ വാറണ്ടി സ്ലിപ്പോ അല്ലെങ്കിൽ മൊബൈലിലേക്ക് സാധനം കിട്ടുമല്ലോ, ഒരു PDF. ഇതിനൊരു സംഭവമില്ല. കമ്പനി പറയുന്നത് മാത്രം. നമ്മൾ ഈ സൈറ്റിൽ നിന്നും വീഡിയോ എന്നൊക്കെ കാണുന്ന കാഴ്ചകളും കേൾവികളും അങ്ങനെ സാധനം ഇല്ല. നിങ്ങൾക്ക് ഇതാ, നിങ്ങൾ കണ്ടില്ലേ, വീഡിയോ കണ്ടില്ലേ, നിങ്ങള് പിന്നെ സൈറ്റിലുണ്ടല്ലോ. അല്ല, കമ്പനി അവകാശപ്പെടുന്നുണ്ടോ വാറണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതിന്?
നമുക്ക് ഒരു വാറന്റി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നിയമങ്ങൾ വെച്ചിട്ട് അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളല്ലാതെ നമുക്കൊരു പേപ്പർ ഒന്നും കിട്ടുന്നില്ല. അല്ല, അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ മാനുവൽ ആയിട്ട് ഇങ്ങനെ ഇല്ല, അങ്ങനെ സംഭവം ഇല്ല എന്നാ പറയുന്നത്. ഒരു വണ്ടി കൊടുക്കുന്നില്ലെന്ന് അവർ പറയുന്നത്. വാറന്റി ഇല്ല, വാറന്റി പേപ്പർ ഇല്ല. അല്ല, വാറന്റി തരുന്നു, വാറന്റി തരുന്നുണ്ട്. അതിന് നമ്മളൊരു എവിഡൻസ് വേണ്ട. നമുക്ക് ഈ ഇന്ന ക്രൈറ്റീരിയ വെച്ച് ഇന്നത് കിട്ടും, ഇന്നത് നഷ്ടപ്പെടുന്നത് വെച്ച് 3 വർഷമായി നഷ്ടപ്പെടുന്നു, അത് സൈറ്റിൽ എവിടേക്കാ കാണുന്നുണ്ട് പറഞ്ഞു. അതല്ലാതെ നമുക്ക് ഒരു കണ്ടീഷണർ തരുന്നില്ല. ഇല്ല. ചില സെന്റർ പറയും അത് പ്രശ്നമില്ല, നമുക്ക് ഉപയോഗിക്കാന്ന് പറയും. ചിലർ പറയും പ്രശ്നം. അതിലൊരു വിഷയം എന്താ അറിയോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ EVക്ക് കുറേ ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ EV എടുത്ത ഉടനെ ഞാൻ ഒരു സുഹൃത്തിക്ക് മെസ്സേജ് അയച്ചു, മാഷ ഒരു EV ഗ്രൂപ്പ് ഉണ്ട്, ജോയിൻ ചെയ്തു. ഞാൻ അതിലും ജോയിൻ ചെയ്ത് ചെന്നേക്ക് തന്നെ ഞാൻ പറഞ്ഞു ആ ടാറ്റ പഞ്ച് യൂസർ പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നു ടാറ്റ പഞ്ചിനെ കുറിച്ചുള്ള കുറെ പ്രശ്നങ്ങൾ. അതൊരു പഞ്ച് ഗ്രൂപ്പ്, ടാറ്റ ഗ്രൂപ്പാണ്. ടാറ്റയെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ മാത്രം. എന്തിനാ കുടുങ്ങിയത്, എന്തിനാ എടുത്തു വെച്ചിട്ട് വന്നു. ഞാൻ ഉടനെ ലെഫ്റ്റ് അടിച്ചു. കാരണം ഒരാളൊരു വണ്ടി എടുത്തിട്ട് നേരെ ചെല്ലുമ്പോ നെഗറ്റീവുകൾ മാത്രം. ഞാൻ ലെഫ്റ്റ് അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് അങ്ങനെയാണ്. എനിക്ക് ഈ ഇതൊക്കെ പാടെ കണ്ടപ്പോ എനിക്ക് തോന്നി എന്തിനാ വെറുതെ നുണകൾ ഇങ്ങനെ പറയുന്നത്. അവർക്കിപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ പുതിയ വണ്ടി അങ്ങനെയാണോ അവർ നോക്കണ്ടേ. ചിലപ്പം ടാറ്റ ഉപയോഗിക്കുന്ന 1-2 പേർക്ക് അങ്ങനെ മാനുഫാക്ചറിംഗിന്റെ ഇപ്പൊ അടുത്തൊരു വണ്ടി കണ്ടല്ലോ നമ്മള്, പിന്നെ ഒരു ചുരം കയറിയിട്ട് കെട്ടിവലിച്ചൊരു വണ്ടിയുടെ വീഡിയോ കണ്ടിരുന്നു. സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായത്. ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അയാൾക്ക് പിന്നെ അയാൾ എത്ര കിട്ടും പ്രതീക്ഷിച്ച് പോയി. അത് പഴയ പഞ്ചാണ്. പക്ഷെ ഈ ആളുകൾ കാണുന്നത് ഈ പഞ്ചും അങ്ങനെ കാണുന്നത്. അവിടെയാണ് പ്രശ്നം. അപ്പോ ഞാൻ ഈ വീഡിയോ തുടങ്ങാൻ ഞാൻ ശരിക്കും എൻ്റെ യൂട്യൂബില് ഈ ഒരു EVയുടെ വീഡിയോ തുടങ്ങാൻ കാരണം എന്ന് വെച്ചാല് കാണുന്ന വീഡിയോകളും കാണുന്ന ഗ്രൂപ്പിലും മുഴുവൻ നെഗറ്റീവുകളും മാത്രം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു വീഡിയോ എൻ്റെ വണ്ടിയിൽ നിന്ന് പരിചയപ്പെടുത്തി. എന്നിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് പോസിറ്റീവ് വീഡിയോസ് ഇട്ടു. അത് ഇട്ട് തുടങ്ങിയെങ്കിൽ എനിക്ക് നിരന്തരം കോളുകൾ ഇങ്ങനെ വരൽ തുടങ്ങി. 2 വീഡിയോ ഇട്ടുള്ളൂ, കോളുകൾ ഇങ്ങനെ വരൽ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ, ഇതല്ലല്ലോ വീഡിയോയിൽ കാണുന്നത്, അത്ര മൈലേജ്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ വണ്ടി എടുത്ത് ഞങ്ങൾ ഫസ്റ്റ് യാത്ര ചെയ്തത് നേരെ ചുരം കയറിയിട്ട് ഇവിടെ പോയി, വയനാട് പോയി, ഗൂഡല്ലൂർ കൂടെ അങ്ങനെ കയറിപ്പോയി. ഞങ്ങൾ 3 മാഷന്മാര്. ആ വീഡിയോ ആണ് ഏറ്റവും ആദ്യം ചർച്ച വന്നത്. ആ വീഡിയോ വന്നതിന് ശേഷം പറഞ്ഞു നിങ്ങൾ എന്താ പറഞ്ഞു ചുരത്തും അത്ര മൈലേജ് ഇല്ല, എല്ലാ വീഡിയോയിലും കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വണ്ടി ഇറങ്ങിയിട്ട് 1 ആഴ്ച ആയിട്ടുള്ളൂ. ഇത് മലപ്പുറത്ത് തന്ന വണ്ടിയിൽ ഏറ്റവും ആദ്യം തന്ന വണ്ടി ഇതാണ്. ഈ വണ്ടി ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. ഇതാ പഴയ ബാറ്ററി അല്ല, ഇത് പുതിയ ബാറ്ററിയാണ്, അപ്ഡേറ്റഡ് ആണ്. ആർക്കും വിശ്വാസമാണില്ല. ഞാൻ കൃത്യമായിട്ട് ലൈവായിട്ട് തന്നെ ഓരോ കിലോമീറ്ററും ഓരോ ശതമാനവും ഓരോ ഇതിനും 10% എത്ര 20% എത്ര അങ്ങനെ കാണിച്ച വീഡിയോ ഇട്ടുള്ളത്. അങ്ങനെ അപ്പൊ ഈ വിളിച്ചവരൊക്കെ പറഞ്ഞു മാഷ ഞങ്ങളിത് കാണുന്ന ഫുള്ള് അങ്ങനത്തെ വീഡിയോ, നിങ്ങൾ കാര്യം ചെയ്യും, പിന്നെ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾ കുറച്ചും കൂടെ ചെയ്യിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യൽ തുടങ്ങി, സ്വന്തമായിട്ട് ചാനൽ നമ്മൾ ചെയ്യൽ തുടങ്ങി. അതില് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ വിളിക്കുന്ന ആളുകളൊക്കെ വണ്ടി എടുക്കുന്ന ആളുകളെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ചേർത്ത് ആ ഗ്രൂപ്പിൽ നെഗറ്റീവ് വരുന്നുണ്ട്. പഞ്ച് മാത്രമില്ല, പഞ്ച് EV ഫേസ് ലിഫ്റ്റ് മാത്രമില്ല, വേറെ ഒരു പഞ്ചും പറ്റില്ല. ഈ ഒരു മോഡൽ ഫേസ് ലിഫ്റ്റ് വണ്ടി മാത്രമുള്ള ഗ്രൂപ്പ്. അതിൽ ആ ഗ്രൂപ്പ് ഇപ്പൊ എത്രയായി? 100 ചില്ലാൻ ആളുകൾ. അല്ല, എത്ര നാളായി റൺ ചെയ്യുന്നു? ആ 3 മാസം. ഞാൻ വണ്ടി എടുത്തൊരു 1 ആഴ്ച കൊണ്ട് തുടങ്ങി. ആ 3 മാസമായിട്ട് പ്രശ്നമൊന്നുമില്ല ആർക്കും. ഉണ്ട് ചെറിയ പ്രശ്നം. അതെന്താ വിഷയം എന്നറിയോ, നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാല് ഇതിൽ പല ബട്ടണും നമ്മള് ഉദാഹരണത്തിന് ഈ വണ്ടി ഇപ്പോ ബാക്കിൽ ഡിക്ക് തുറക്കണമെങ്കിൽ നമുക്ക് നേരത്തെ പഴയ പഞ്ചിന് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു, അതിപ്പോ ഒഴിവായിട്ടുണ്ട്. കാരണം വെച്ചാല് അത് അറിയാതെ കൈ തട്ടിയ ഡിക്ക് എന്ത് ചെയ്യും, ഓപ്പൺ പോയി തുറക്കണം. ഇപ്പൊ അവിടെ പോയി തുറക്കണം. ഇവിടെ ഒരു ബട്ടണും കാണുന്നില്ല. ആണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാം, തുറക്കണമെങ്കിൽ എന്താണ്, ഒരാൾക്ക് തുറക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി പോണെന്നും പറയാം, അങ്ങനെയും പറയാലോ. നല്ലതിന് വേണ്ടി നെഗറ്റീവ് ഉണ്ട്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളൊക്കെ ഈ കസ്റ്റമർ എങ്ങനെ ഇവരെ നമ്മള് സർവീസ് സെന്റർ വിളിച്ചിട്ട് ഡിക്ക് എങ്ങനെ ഓപ്പൺ ആക്കുക, പിന്നെ ഈ ബട്ടൺ എന്തിനാണ്, ആ ബട്ടൺ എന്തിനാണ്, ഇങ്ങനെ ചോദിക്കണം. ഇപ്പൊ ഞങ്ങളെ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയം നമ്മൾ തന്നെ ഗ്രൂപ്പിലിടും. അപ്പൊ അതിന് അനുഭവമുള്ള ആൾക്കാരും പറയും ആ മാഷ എങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ എങ്ങനെയാണ്. ഇപ്പൊ അടുത്ത ഒരാളുടെ ഗ്ലാസ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അയാൾക്ക് അത് ഗ്രൂപ്പിലിട്ടു, അവർ ചർച്ച ചെയ്തിട്ട് അത് സർവീസ് സെന്ററിൽ പോയി അവരത് ഫ്രീ ആയിട്ട് സാറ് മാറ്റി കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് നമുക്ക് ഈ ഗ്രൂപ്പിലൂടെ ഉപയോഗിക്കാൻ പറ്റും. നല്ല കാര്യങ്ങളും ഉണ്ട് ചെയ്തു തരുന്നത്. പിന്നെ കംപ്ലൈന്റുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്, നമ്മളെ കൂളന്റിന്റെ കംപ്ലൈന്റ് ഉണ്ട്. 15 ദിവസം എന്നോട് ഇപ്പൊ സമയം പറഞ്ഞിട്ടുള്ളത്, 15 ദിവസം ഞാൻ ശരിയായി തരാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോഴേക്ക് ക്ലിയർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആ കംപ്ലൈന്റ് കുറെ ആൾക്കാരുണ്ട്, ബഗ്സ് കുറവാണ്, വളരെ കുറവാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ നമ്മൾ പറഞ്ഞു പോകുന്നതിന്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവുകൾ ഉണ്ട്, കൺജസ്റ്റഡ് ആണ്, സീറ്റ് വളരെ കൺജസ്റ്റഡ് ആണ്. പിന്നെ ഹൈറ്റ് എന്നോട് പറഞ്ഞു ചോദിക്കണം, മാഷ തല മുട്ടുന്നുണ്ടല്ലോ, ഈ ഹൈറ്റ് കുറച്ചൊരു പ്രശ്നമുണ്ട്. കാരണം സീറ്റ് ഹൈറ്റ് കൂടിയപ്പോ
ഇവിടെ ഹൈറ്റ് പ്രശ്നമുണ്ട്. ബ്രേക്കിന്റെ ബ്രേക്ക് ബാക്കിലെ ബ്രേക്ക് മാറ്റിയിട്ടുണ്ട്. കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് എനിക്ക് കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ബ്രേക്കിന്റെ മാത്രമാണ് അല്ലല്ല വേറെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ മുമ്പ് ഈ പഞ്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴാണ് ഞാൻ പഴയ പഞ്ച് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ്. അതെ, അവർക്കറിയാം, അവര് പറയും അത് ഇപ്പോ ശിവമാഷ് പറയും എന്റെ വണ്ടിയിൽ ബ്രേക്ക് അങ്ങനെയല്ലേ, എന്റെ വണ്ടിയിൽ അത് ഇങ്ങനെയല്ലേ. പഴയ പഞ്ചിന് പുതിയ പഞ്ചിന് എങ്ങനെയാണ് കവർ ചെയ്തിക്കണം അതിന് വേണ്ടിട്ട്. ഇപ്പൊ രണ്ടാൾക്കും ഹാപ്പി ആവുന്ന രീതിയിൽ തന്നെ കമ്പനി ചെയ്തിട്ടില്ല, അവരെ ബ്രെയിൻ ഇതാണ്. കാരണം കോസ്റ്റ് കട്ടിങ് ആകുമ്പോൾ ഇവിടെ കുറച്ച് നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. അതന്നെയാണ്. പക്ഷെ സീറ്റ് മറ്റു വണ്ടിന്റെ സെയിം ഓൾമോസ്റ്റ് സെയിം ബോഡിയിലൊന്നും മാറ്റില്ല, സെയിം ആണ്, കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ രണ്ടാമത് കോസ്റ്റ് കട്ടിങ് റേറ്റ് കുറവൊക്കെ പറയുമ്പോഴും ഇതിന്റെ ഇന്റീരിയർ ഉണ്ടല്ലോ, ഈ ഫൈബർ നമുക്ക് തീരെ ഒരു തൃപ്തികരല്ല. അപ്പൊ കണ്ടില്ലൊരു മെറ്റീരിയൽ ഒന്നൊരു ശരിക്കും ഇതൊക്കെ ഒരു ലെതറൊക്കെ ആക്കായിരുന്നു. 13 ലക്ഷം രൂപയുടെ വണ്ടിയല്ലേ, നല്ല സീറ്റൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ ബോഡി ഇതൊക്കെ ഇത്ര സാധനമൊക്കെ ഒന്നേ അവർക്ക് ലെതറൊക്കെ ഇതൊക്കെ ചിലപ്പോ കൈ തട്ടി തട്ടിയപ്പോ മുറിഞ്ഞു പോണ അവസ്ഥയാണ്. തോന്നുന്നു നമുക്ക് കണ്ടാല്. അതേപോലെ സ്റ്റീരിയോ അവർ കുറച്ചു, ഇതിലൊന്നും ബോക്സ് ഇല്ല. അതെയാ, എത്ര സ്പീക്കർ ഇതിൽ സ്പീക്കർ ഒഴിവാക്കിയിട്ടുണ്ട്, താഴെയുണ്ട് സ്പീക്കർ എണ്ണം കുറച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഒക്കെ അവർ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ മൈന്യൂട്ടായ കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ എന്താ ഒരു ഇത്ര കുറഞ്ഞു കിട്ടിയത് എനിക്ക് മനസ്സിലാവുന്നു. പിന്നെ ഇപ്പൊ വണ്ടിക്ക് നല്ല ബുക്കിംഗ് ആണ്, ആൾക്കാർ വാങ്ങിക്കും. 4 മാസം പഞ്ചിക്ക് ബുക്കിംഗ്. നിങ്ങൾ വാങ്ങിക്കുമ്പോ 10 ദിവസം കിട്ടി. പുതിയത് ഇറങ്ങി വണ്ടി പുറത്തിറങ്ങിയിട്ടില്ലല്ലോ, നമ്മൾ കാണാത്ത വണ്ടി ബുക്ക് ചെയ്താണ്. ഇപ്പൊ 4 മാസം ബുക്കിംഗ് ആണ്. മാത്രല്ല നമ്മളിപ്പോ സാധാരണ വണ്ടിക്ക് ചെന്ന ഓഫറുകൾ പലതും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ പിന്നെ ഷുഹൈബ് മാഷ് വണ്ടി എടുക്കുന്ന സമയത്ത് പഞ്ചിന് മറ്റേ ഇതുണ്ട്, സോളാർ വെച്ചവർക്ക് 10,000 രൂപ ഓഫർ ഉണ്ടായിരുന്നു. സോളാറിലെ ആൾക്ക് ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ എടുക്കാൻ പോയപ്പോ ഒരു ഓഫറും ഇല്ല. നമ്മള് സോളാറിന്റെ കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോളാറിന് വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇതിലൊരു ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, ചാർജ് ചെയ്യാത്ത. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയല്ലേ? ഞാൻ കൂടുതൽ വീട്ടിൽ ചാർജ് ചെയ്യല്. പക്ഷേ സീറോ കോസ്റ്റിലാണ് ആള് വണ്ടി ഉപയോഗിക്കുന്നത്. അപൂർവമായിട്ട് പുറത്തുനിന്ന് ചെയ്യുന്നുള്ളൂ, എന്റെ ആവശ്യം വരുന്നുള്ളൂ. പക്ഷെ പ്രശ്നം എവിടെ വെച്ചാല് എന്റെ വീട്ടില് ഞങ്ങള് ഫാമിലി എന്റെ ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, കുട്ടികളൊക്കെ കൂടെ ആകുമ്പോൾ ഞങ്ങൾക്ക് 3-4 റൂം ഉപയോഗിക്കുന്നുണ്ട്. സത്യത്തില് 5 kW ഞാൻ വെച്ചിട്ടുള്ളത്, 5 കിലോവാട്ട്. അത് പോരാന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ EV എടുത്തതിന് ശേഷമാണ്. കുറച്ചും കൂടെ കാരണം വെച്ചാൽ EV നന്നായി ഇപ്പൊ 3 മാസം 9,000 കിലോമീറ്റർ ഓടി. ഈ 9,000 ഏകദേശം ഒരു 8,500 കിലോമീറ്റർ ഞാൻ വീട്ടിൽ ചാർജ് ചെയ്ത് ഉപയോഗിച്ചാണ്. 3-4 വട്ടം ആകെ പുറത്തും ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചാർജിങ് ഫുള്ളിന്റെ വീട്ടിൽ നിന്നാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് മാസം ഉപയോഗിക്കാനില്ല, കിട്ടുന്നില്ല. ഫസ്റ്റ് മാസം കാര്യങ്ങളെല്ലാം ആണ്. AC ഹീറ്റർ ഒക്കെ ഉപയോഗിക്കുമ്പോ പിന്നെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോ ഇപ്പൊ എന്താ അവസ്ഥ വെച്ചാല് ആദ്യ മാസം 4,000 ബില്ലടച്ചു വിത്ത് ഇതുള്ളൂടെ. പിന്നെ സോളാർ ഇരിക്കുകയാണ് 4,000 മാസം ബില്ല് ഫസ്റ്റ് മാസം, ഈ വിടുത്ത ഫസ്റ്റ് മാസം. കാരണം 3,000 കിലോമീറ്റർ ഓടിയത് ഈ ചാർജ് ചെയ്ത് കണ്ടല്ലേ. രണ്ടാമത്തെ മാസം 2,600 അടച്ചപ്പോ കഴിഞ്ഞ മാസം. ഇനിയിപ്പോ ഈ മാസം AC ഉപയോഗം കുറച്ച് കുറവായതുകൊണ്ട് വണ്ടിയുടെ ഉപയോഗം കുറവില്ല. വണ്ടി 3 മാസവും 3,000 ഓടിയിട്ടുണ്ട്. ഓരോ മാസവും 9,000 ആയി. ഇപ്പൊ ക്ലൈമറ്റ് നമ്മൾ നാട്ടിലത്തെ മഴയെല്ലാം ആയതുകൊണ്ട് വീട്ടിൽ AC ഉപയോഗിക്കാത്തതുകൊണ്ട് കറണ്ട് കുറച്ച് കുറഞ്ഞു. അപ്പൊ ശരിക്കും നിങ്ങളൊരു സജഷൻ ആയി ഞാൻ പറയുന്നത് വെച്ചാല് അത്യാവശ്യം വീട്ടിൽ നല്ല യൂസിംഗ് ഉള്ള ഒരാളാണെങ്കിൽ അയാളൊരു EV എടുക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായം 5 kV പോരാന്നുള്ളതാണ്. എത്ര ഒരു 7 or 8 ഒക്കെ ശരിക്കും. പിന്നെ സോളാറിന്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് വെച്ചാല് എല്ലാരും പറയും 3 kV പോരെ, അത്രയല്ല ആവശ്യമുള്ളൂ, 5 kV പോരെ. സത്യത്തിൽ വെക്കുമ്പോ മാക്സിമം വെക്കുക. EV വാങ്ങുന്നുണ്ടെങ്കിൽ EVക്ക് തന്നെ ഒരു സോളാർ വേണം. ഒരു 5 kV 3 kV ഒക്കെ EVക്ക് തന്നെ വേണം. ഓടും. അല്ല, ഒരു ആവറേജ് ഓട്ടത്തിലാണ് 3 kV മതി. പക്ഷെ നല്ല ഓട്ടമുള്ള ഒരാൾക്ക് മാസം 3,000-4,000 ഒക്കെ മാസം ഓടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 5 kV വണ്ടിക്ക് ഏകദേശം വേണം. കാരണം എന്താ, EV വാഹനം എടുക്കുന്നവര് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോ പെട്രോൾ വാഹനം ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ വിചാരിക്കേ അവിടെ ആവശ്യമില്ലാത്തടത്ത് വേണം പോണോന്നൊന്ന് ചിന്തിക്കും. EV വാഹനം ഉള്ളവരാണെങ്കിൽ എന്തായാലും പോവും, സംശയം വേണ്ട. നമുക്ക് യാത്ര വെറുതെ എടുത്തു പോകും. ശനി ഞായറും ഞാൻ എന്റെ വണ്ടിക്ക് ഒരു റെസ്റ്റ് ഉണ്ടാവില്ല. ശനി ഞായറൊക്കെ എടുത്തു പോകും. അതെ, നമുക്ക് കോസ്റ്റ് ഇല്ലല്ലോ. അതെ, മാക്സിമം എനിക്ക് ശരിക്ക് കോസ്റ്റ് വരുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ഒരു കിലോമീറ്ററിന് 1.30 പൈസ മുതൽ 1.50 പൈസ വരെയൊക്കെയാണ് നമുക്കൊരു കിലോമീറ്ററിന് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണ വരുന്നത്. പുറത്തുനിന്നാണെങ്കിൽ ഒരു 2.5-3 താഴെയായിട്ട് പുറത്തുനിന്ന് വരും ചാർജ് ചെയ്യണമെങ്കിൽ. അതായത് ഒരു ഫുൾ ചാർജ് ഒരു 350-400 കിലോമീറ്റർ ഓടാൻ വേണ്ടിട്ട് ഫുൾ ചാർജ് വീട്ടിൽ നിന്ന് ആക്കണമെങ്കിൽ എത്ര? നമുക്ക് ഏകദേശം 40 യൂണിറ്റ് ആണ് വരുന്നത്. 40 യൂണിറ്റ് 8 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 320 രൂപ അല്ലേ.
ഒരു റുപ്യ റേഞ്ചിൽ അത്രേ വരുന്നുള്ളൂ. ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ചാർജ് ആവുക വെറും 6%. ഈ ടാറ്റ പഞ്ച് പോലെയുള്ള മിക്ക വണ്ടികളും. പിന്നെ അല്ലെങ്കിൽ വലിയ ചാർജർ വേണം. നമ്മൾ 3.3 kV ആണ്. 7 kV ആണെങ്കിലാണ് കുറച്ചുകൂടെ സ്പീഡിൽ കയറുക. പഞ്ചിനൊക്കെ കൊടുക്കുന്നത് 3.3 ആണ് നോർമൽ ചാർജ്. അത് നിങ്ങൾക്ക് എത്ര മണിക്കൂർ എടുക്കുന്നു പറഞ്ഞാൽ നമുക്ക് 10 മണിക്കൂർ കൊണ്ട് 60% കയറുക. രാത്രി ചാർജ് ചെയ്ത്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഈ 15-20 ആവാൻ വെയിറ്റ് ചെയ്യില്ല. നമ്മളൊരു 50 താഴേക്ക് വന്ന് അപ്പം എന്ത് ചെയ്യും, മൊബൈൽ പോലെ തന്നെ ചാർജ് ചെയ്യും. 50 താഴത്തെ ചാർജ്. അങ്ങനെ 50 താഴെ ആകുമ്പോൾ നമുക്ക് ബാറ്ററിക്ക് ലൈഫിന് പ്രശ്നം വരാൻ സാധ്യത ഇല്ല. അങ്ങനെ പറയുന്നില്ല. എപ്പോഴും ചാർജ് ചെയ്യുമ്പോൾ 100% ചെയ്യണം എന്നാ പറയാം. പരമാവധി 100 ഫുള്ളായി ചെയ്യണം എന്നാ പറയുന്നത്. പിന്നെ എപ്പോഴും ഫുൾ ഫാസ്റ്റ് ചാർജ് ആക്കിയും ചെയ്തുകൂടല്ലോ. ഇല്ല, അതിലൊരു വിഷയം എന്ന് വെച്ചാലേ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഫാസ്റ്റ് ചാർജ് വാറന്റി പ്രശ്നം. അവിടെ കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഇത് തീരാത്തൊരു പ്രശ്നമുണ്ട്. അത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് അറിയെങ്കിലും പറയണം. അപ്പൊ ഞാന് എന്റെ വണ്ടി ലോങ് യാത്രയില് ഞാനൊരു സ്ഥലത്ത് ചാർജ് ചെയ്യാൻ കയറ്റി. അത് ഫാസ്റ്റ് ചാർജ് കയറ്റി ഒരു 30% ആയപ്പോൾ കട്ടായി വിചാരിക്കുക. അപ്പൊ ഒരു ചാർജിങ് കഴിഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും രണ്ടാമത് റീസെറ്റ് ചെയ്യണം. അപ്പൊ അടുത്തത് രണ്ടാമത് റീസെറ്റ് ചെയ്താൽ അതൊരു 80 ആയി, വീണ്ടും കട്ടായി വിചാരിക്കുക. ഇത് കട്ടാവാം, ചാർജ് ചിലപ്പോൾ കട്ടാവാം, എന്തെങ്കിലും കാരണം കൊണ്ട് കട്ടാവാം, അവരെ കംപ്ലൈന്റോടൊക്കെ കട്ടാവാം. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഈ 3 പ്രാവശ്യം ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്കിൽ അങ്ങനെ കട്ടായതിൽ എണ്ണമില്ല. ഞങ്ങൾക്കൊരു സംശയമാണ്. ഞങ്ങളിപ്പോ പലരും ഒരു സംശയത്തിനെ കുറിച്ച് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ കമ്പനിന്റെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട്, ടാറ്റയുടെ ഒന്ന് പറയാം. സർവീസ് സെന്റർ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, കിട്ടുന്നില്ല. പല കാര്യങ്ങൾക്കും വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. എന്നാ ഈ കട്ടിങ് എണ്ണോ, ഞങ്ങൾ കൺഫ്യൂഷൻ അത്. കാരണം അങ്ങനെ കട്ട് ചെയ്ത് 2 പോയാൽ പിന്നെ നമുക്ക് ഒന്നേ ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ലോങ് പോകണ പ്രശ്നമാണ്. ചിലപ്പോ ഒരേ ചാർജിൽ തന്നെ 2-3 വട്ടം കട്ടായി കഴിഞ്ഞാൽ പ്രശ്നമില്ലേ. ഇതിലൊരു ആപ്പ് ഉണ്ട്, ഐറ ആപ്പ് എന്നാ പറയാം. ഐറ ആപ്പ് ടാറ്റയുടെ ഒരു ആപ്പാണ്. ഇപ്പൊ അത് ഫ്രീ ആണ്, പക്ഷെ ഒരു വർഷം കഴിഞ്ഞാൽ പെയ്ഡ് ആവും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ആപ്പിൽ നമ്മൾ ഈ ചാർജിങ്ങിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഹിസ്റ്ററിയിലുണ്ട്. അപ്പൊ നമ്മൾ ഈ ചാർജ് ചെയ്തതിന്റെ ഹിസ്റ്ററിയിൽ കിട്ടും. അപ്പൊ അത് കട്ടായാലും 2-3 പ്രാവശ്യം വരുമ്പോ പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അതല്ല 100% വരെ പ്രശ്നമില്ലെങ്കിലും ഓക്കെയാണ്. അല്ല കട്ടിങ് ഉണ്ടെങ്കിലോ നെഗറ്റീവ് ആണ്. ചിലപ്പം കമ്പനി എന്തെങ്കിലും ചെയ്തു തരുന്ന അങ്ങനെ ഈ 3 പ്രാവശ്യത്തിന്റെ അത്ര കർശനമല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനൊരു ക്ലാരിറ്റി ഇല്ല. എന്താണ് അതിന്റെ ഒരു നിയമപ്രകാരം നമുക്ക് അറിയില്ല. പിന്നെ ഇപ്പൊ എന്താ പറയുക, ഇനിയിപ്പോ 15 വർഷമൊക്കെ ആയി ആരെങ്കിലും ബാറ്ററി മാറ്റാൻ പോകുമ്പോഴേ അറിയുള്ളൂ. അതാണ് പ്രശ്നം. ഓട്ടി മുതലാക്കുക. പിന്നെ അതേപോലെ ഇതില് പഞ്ചീവിയെ കുറിച്ച് പറയുമ്പോൾ ടയറിനെ കുറിച്ച് പറയേണ്ട വിഷയമുണ്ട്. EV വാഹനങ്ങളെ കുറിച്ചിട്ടെല്ലാം പറയുമ്പോൾ ഏറ്റവും പ്രശ്നം ടയറാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, വിൻസറിന്റെ അല്ല, ഇവരുടെ മഹേന്ദ്രയുടെ B6 ആണോന്നുണ്ട്, അത് B9 അറിയില്ല. അതിന്റെ ടയറിന് 20,000 കഴിഞ്ഞപ്പോൾ ടയർ കഴിഞ്ഞു. ഒരു ടയറിന് വില 20,000 രൂപയൊക്കെ പറയുന്നുണ്ട്. ആ കാര്യത്തിൽ പഞ്ച് എക്കണോമിക്കലി സേഫാ. കാരണം വെച്ചാല് നമുക്ക് ടയറിന്റെ പഴയ പഞ്ചും പുതിയ പഞ്ചും, പഴയ പഞ്ചാണ് പെട്രോൾ ഓടിയിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ എന്റെ ഒക്കെ 10,000 ഓടിയിട്ടുള്ളൂ. പഴയ പഞ്ച് ലക്ഷങ്ങൾ ഓടിയ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് ടയറിന് നമുക്ക് ഒരു 6,000 രൂപയുടെ വില വരുന്നുള്ളൂ. വില കുറവാണ്. മറ്റേ ഡീസൽ വണ്ടിയിലാറെ ഇപ്പൊ സാധാ ഒരു ലൈഫ് 50 കിലോമീറ്റർ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. കൃത്യമായി 50,000 കിട്ടുന്നുണ്ടെന്ന് പറയാം. 50ന്റെ മേലെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോ ആ ഒരു കാര്യത്തില് ഇത് മറ്റ് ഡീസൽ പെട്രോൾ വണ്ടികളെ പോലെ തന്നെ ടയറിന്റെ കാര്യത്തിൽ അതിനേക്കാളും കിട്ടും. പെട്രോൾ ആണ് 30-40 പറയുന്നത്. അതിന്റെ മേലെ റേഞ്ച് നമുക്ക് കിട്ടും. പക്ഷെ മറ്റ് വലിയ വണ്ടികളൊന്നും കിട്ടുന്നില്ല. മറ്റ് EV വാഹനങ്ങൾക്ക് കിട്ടുന്നില്ല. വിൻസർ പോലും അത്ര കിട്ടുന്നില്ല. ഇല്ലാന്നാ പറയുന്നത്. ഞാൻ വിൻസർ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ റിവ്യൂസ് കേട്ടതാണ്. അത്ര കിട്ടുന്നില്ല. അപ്പോ എക്കണോമിക്കലി ഞാൻ നേരത്തെ പറഞ്ഞു, വണ്ടി വാങ്ങുമ്പോൾ റേറ്റ് കുറവ്, നമുക്ക് പിന്നെ ടയർ മെയിൻ്റനൻസ് കുറവ്, ടയറിന്റെ കാര്യത്തിലും നമുക്ക് എന്താണ് ഇത് ലാഭകരമാണ്. ആ ഒരു മറ്റു വണ്ടിയുടെ അത്ര ചെലവ് ടയറിൽ ഇതിൽ വരുന്നില്ല. അത് വലിയൊരു ലാഭമാണ്. ഞാൻ കുറെ വീഡിയോ കണ്ടിട്ടുണ്ട്. അല്ല, 20,000 രൂപയുടെ 4 ടയർ മാറ്റി 80,000 രൂപയില്ലേ. പിന്നെന്താ കൊണ്ടുള്ള മറ്റുള്ള ലാഭമൊക്കെ ഇപ്പൊ കഴിഞ്ഞില്ലേ. പിന്നെ ഇപ്പം ഈ ഫാസ്റ്റ് ചാർജിങ് നിങ്ങളെ വീട്ടിലുണ്ടോ? ഫാസ്റ്റ് ചാർജിങ് ഇല്ല. എന്റെ വീട്ടിൽ സാധാ കമ്പനി തരുന്ന ചാർജർ 3.3 kVയുടെ ടാറ്റയുടെ ചാർജറാണുള്ളത്. എല്ലാ പഞ്ചിനും കൂടി ആ ചാർജറേ ഉള്ളൂ. നമുക്ക് 7 kV ചാർജർ കിട്ടും. അല്ല, 7 kV നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. 52,000 രൂപ നമ്മൾ കൊടുത്ത് വാങ്ങണ സാധനം. അത് വണ്ടിന്റെ കൂടെ കിട്ടില്ല. അത് കിട്ടുന്നത് എന്റെ അറിവനുസരിച്ച് മറ്റേ ഇവരുടെ കൂടെയാണ്, നമ്മളെ മഹേന്ദ്രയുടെ B6 കൂടെയൊക്കെയാണ് അത് കിട്ടുന്നത്. അത് വാങ്ങിക്കുമ്പോൾ തന്നെ കമ്പനി കൊടുക്കുന്നുണ്ട്. ശരിക്കും വിൻസറും ഇത്രേ ഉള്ളൂ എന്നുള്ളതാണ്.
ശരിക്കും നിങ്ങളെ അല്ല, ഒരു സാധാരണ ഒരാൾക്കാർക്ക് രാത്രി വീട്ടിൽ വന്നിട്ട് ചാർജ് ചെയ്യും 10 മണിക്കൂർ കൊണ്ട് 60% ചാർജ് ചെയ്താൽ പോരെ. അതെ, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ലോങ് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവർ പുറത്തുനിന്നാവും മിക്കവാറും ഡെയിലി. ഒരു ദിവസം വീട്ടിൽ നിന്ന് കുറച്ച് ചെയ്യും, ബാക്കി പുറത്തുനിന്ന് ചെയ്യുന്നുണ്ടാവും. പിന്നെ ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോ നേരത്തെ ചാർജിങ് സ്റ്റേഷനുകളുടെ എണ്ണം ഒരു വിഷയം ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഈ EV കുറിച്ച് ഏറ്റവും വലിയ പരാതി ചാർജിങ് സ്റ്റേഷനുകളായിരുന്നു. അത് വളരെ കുറവാണ്. ഇഷ്ടം പോലെ ഇപ്പൊ കോട്ടക്കൽ തന്നെ എത്രയോ ഇറക്കുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് ആളുകൾ കുറെ തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം കോട്ടക്കൽ ഒരു 12 യൂണിറ്റ് ഉണ്ടാവും ആ രണ്ട് ഇതിന്റെ അടിയിലായിട്ട്. പിന്നെ ഉള്ളൊരു വിഷയം എന്ന് വെച്ചാല് നമ്മള് പമ്പ് കയറിയിട്ട് നമ്മള് BP അടിക്കുന്നു, ഇന്ധന ഓയിൽ അടിക്കുന്നു, HP അടിക്കുന്നു. അതേപോലെ ഇതിലൊരു 10 തരം ചാർജിങ് സ്റ്റേഷനുകളുണ്ട് കമ്പനികൾ. ഗോഇസി, ചാർജ് മോഡ്, അതേപോലെ ഇവോക്ക്, പിന്നെ സിയോണ്, പ്രധാനപ്പെട്ടതൊക്കെയാണ്. പിന്നെ ഈ ഒരു 4-5 ഐറ്റം പ്രധാനപ്പെട്ട ഇനിയുണ്ട്. 12ഓളം ഐറ്റങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ ഇവര് തുടങ്ങിയിട്ടുണ്ട്, BPCL തുടങ്ങിയിട്ടുണ്ട്, പമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ റിലയൻസിന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇതിനൊക്കെ എന്താ വിഷയം എന്ന് വെച്ചാല് ഇപ്പൊ ഉള്ളത് എല്ലാത്തിനും സെപ്പറേറ്റ് ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. മൊബൈലില് ഇപ്പൊ ഗോഇസി ചെയ്യണമെങ്കിൽ ഗോഇസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ വാലറ്റിൽ പൈസ കയറ്റി ചാർജ് ചെയ്യണം. നമ്മള് ഇവോക്കാണ്, ഇവോക്കിന്റെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ ചാർജ് ചെയ്യണം. പിന്നെ രണ്ടാമത് ഒരു സെന്ററിലും സ്റ്റാഫ് ഉണ്ടാവില്ല, ചാർജ് സ്റ്റേഷനിൽ സ്റ്റാഫ് ഉണ്ടാവില്ല, നമ്മള് സ്വയം ചെയ്യണം. ഫ്രണ്ട്ലിയാണ്. ഞാൻ കോഴിക്കോട് നിന്ന് ചെയ്തിരുന്നു. അതായത് കുറച്ച് ചിന്തിച്ചിട്ട് ചെയ്താൽ മതി. വളരെ സിമ്പിളാ. സ്കാൻ ചെയ്യുക, ക്യാഷ് കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതെല്ലാം അതുപോലെ തന്നെ, വാട്സാപ്പ് ഉപയോഗിക്കുന്ന, ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ. പിന്നെ വേൾഡ് മാറിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, ടെക്നോളജിന്റെ ഭാഗമായിട്ട് മാറുന്നത്. അതെ. നമ്മൾ കയറാൻ പോകുന്ന ടോൾ പ്ലാസ വെട്ടിച്ചിറ ടോൾ പ്ലാസയാണ്. ഇപ്പോ കേരളത്തില് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കിടക്കുന്ന ടോളാണ് ഈ ടോളാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അടി നടന്നു, വടി കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഈ ടോളിലാണ് അത്. നമ്മൾ ഡ്രൈവിംഗിന്റെ ഇടക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതെ. അപ്പൊ ഈ ടോളിനെ കുറിച്ച് പറയുമ്പോൾ വെറുതെ ഇവരോട് തല്ലുപിടി ഒരു കാര്യമില്ല. കാരണം ടോൾ അടക്കൽ നിർബന്ധമാണ്. അത് അവര് പലരും അടക്കാതെ പോകുന്ന വിഷയം. പിന്നെ ഇവരുടെ പെരുമാറ്റം എന്ന് പറയുന്നുണ്ടല്ലോ, ടോൾ പ്ലാസയിൽ, വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ പെരുമാറ്റം വളരെ മോശം. അല്ല, അത് നല്ല കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ ആൾക്കാർക്ക് ഈ പ്രശ്നം തീരും. ഇതൊരു ഗുണ്ടായിസം സ്റ്റൈലാണ്. വീഡിയോ ഗുണ്ടായിസം കളിച്ചു കഴിഞ്ഞാൽ ജനങ്ങളും വിടുവോ? ഇല്ല. പ്രത്യേകിച്ച് മലപ്പുറം ഏരിയയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വണ്ടി ടോളിന്റെ വിഷയത്തിൽ ആ വണ്ടിയിൽ ഒരു കയ്യിൽ പിടിച്ച വടി പിടിച്ചിട്ട് അടിക്കുക, ഒരു കയ്യിലെ വടിതാ, ഈ വടി പിടിച്ച് അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടാ നമ്മള് പ്രതികരിച്ചു പോവും. അമ്മാതിരി വീഡിയോ ആണ്. ശരിക്കും ടോളിലൊക്കെ നമുക്ക് ഇങ്ങനെ വെയിറ്റിംഗ് പാടുണ്ടോ? ഇത്രയും പിന്നെ പുരോഗതി വന്നിട്ടും ടോളിലൊക്കെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിക്കണം. നമ്മൾ വണ്ടി വരുന്നു, നിമിഷങ്ങൾക്ക് സ്കാൻ ചെയ്യുന്നു, പോകുന്നു. ആ ഒരു അവസ്ഥ ഉണ്ടില്ല. നമ്മളെ വണ്ടി ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ വലിയ വരിയാവണം, ബാക്കിൽ ആവണം. ഇപ്പൊ നമ്മളത് കിട്ടി. യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ കോഴിക്കോട്, മലപ്പുറം ഏരിയകളൊക്കെ സ്ഥിരമായി ടോളിൽ പോകേണ്ടി വരും. നമ്മൾ ഏറ്റവും സേഫായി ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമുക്ക് ആ 3000 രൂപയുടെ ആനുവൽ പാസ് എടുക്കുക. അൺലിമിറ്റഡ് അല്ല, 200 യാത്രയാണ്. 200 ടോൾ നമുക്ക് കവർ ചെയ്യാം ഒരു വർഷം. കേറിപ്പോ ഒരു വർഷത്തിന്, ഒരു വർഷം 200 കൂട്ടി നോക്കുമ്പോൾ എത്രയോ 15 രൂപ നമുക്ക് ടോളിന് വരുള്ളൂ. 15 രൂപ ഒരു ടോള് കയറാൻ 15 രൂപ വരുള്ളൂ. സാധാരണ ആകുമ്പോൾ അത് 150 എത്ര വരുന്നത്? 150 അങ്ങോട്ടും 40-50 അങ്ങോട്ടും വരുന്നുണ്ട്. ഒരു 180 ആവറേജ് അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്. അതേ 30 രൂപ തീരും. അപ്പോ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോ ടോള് വെറുതെ കൊടുത്ത് കയറി തിരിച്ചു പോകണം. എന്തുകൊണ്ടാ? ഈ ആനുവൽ പാസ് ഫ്രീ ആയതുകൊണ്ട് നമ്മൾ കയറുന്നത്. അല്ലെങ്കിൽ 150 രൂപ കൊടുക്കണ്ടേ? നമ്മൾ കയറുവോ? നമ്മൾ അങ്ങോട്ട് പോയി ഇനിയിപ്പോ നമ്മൾ തിരിച്ച് ഇങ്ങനെ ടോൾക്ക് വീണ്ടും അങ്ങനെ തന്നെ പോകും. അപ്പൊ അത് ഏറ്റവും നല്ലത് രാജമാർഗ യാത്ര. അത് ടോള് ആനുവൽ പാസ് എടുക്കാൻ വളരെ സിമ്പിൾ ആട്ടോ. നമ്മള് രാജമാർഗ യാത്ര എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്പിൽ നമ്മൾ വണ്ടി നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ നമ്മൾ അതിൽ ചോദിക്കും ആനുവൽ പ്ലാന്. 3075 രൂപയാണ് വരുന്നത്. നമുക്ക് 200 എൻട്രി കിട്ടും. നല്ല ലാഭമാണ്. അപ്പൊ ഞാന് ഈ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ടോൾ ഇതൊന്നും ചെയ്യാതെ യാത്ര ചെയ്തല്ലോ, എനിക്ക് 1200 രൂപ ടോളിന് ചെലവായി. അതിനുശേഷം ഞാൻ എടുത്തു. ഇപ്പൊ എന്റേത് ഏകദേശം ഇപ്പൊ ഇന്ന് വന്ന മെസ്സേജ് അനുസരിച്ച് ഇപ്പൊ 10 കഴിഞ്ഞു. ഇനി 190 ബാക്കിയുള്ളത്. അപ്പൊ ഈ 10 ഞാൻ 150 രൂപ 1800 രൂപ വേറെ കൊടുക്കണ്ടേ? ആ പൈസ എനിക്ക് എന്തായി? ഇതോ ലാഭല്ലേ? അപ്പൊ കുറച്ച് യാത്രയുള്ള ആളുകൾക്ക് എപ്പോഴും നല്ലതാണ് ഈ ഒരു ആനുവൽ പ്ലാൻ എടുക്കുക. പിന്നെ ഇവരെ തല്ലാൻ നിൽക്കണ്ടല്ലോ, നമുക്ക് എടുത്ത് പോലോ. ഇവര് ഈ സ്വഭാവം ശരിക്കും അത് ഈ NHA ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് മനുഷ്യപ്പറ്റുള്ള നല്ല
പിന്നെ ആളുകളെ കുറച്ച് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. അത് രാത്രി വരുന്നതാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിലിവിടെ ഒരു വിഷയം നടക്കുന്നത് വെച്ചാൽ ഈ വണ്ടികളുടെ അളവിലാണ് വലിയ പ്രശ്നം വരുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ സാധാ LMB ആണ്, കാറാണ്, അതൊന്നും വിഷയമല്ല. വലിയ വണ്ടികളുണ്ടല്ലോ, ഇപ്പൊ ഈ കണ്ടെയ്നർ പോലെയുള്ള വണ്ടികൾ, അത് ഇവര് കാറ്റഗറിയിലാണ് ഇവർ ഈ കച്ചറ. വീഡിയോ അത് കാറ്റഗറി അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി പിന്നെ അതൊക്കെ നല്ല അടിയാണ്. അത് ആൾക്കാർക്കൊന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. അതല്ലേ, അത് അവിടെയാണ് വിജയം വരുന്നത്. ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഒരു യൂസർക്ക്. പഞ്ചീവി, ഏറ്റവും പുതിയ പഞ്ചീവി കുറിച്ചിട്ടുള്ള, പഞ്ചീവിനെ കുറിച്ചിട്ട് മാത്രമല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതായത് EVനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു EV യൂസേഴ്സ് എങ്ങനെ എന്തൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നത്, EVനെ കുറിച്ചിട്ടും പിന്നെ ചാർജിങ്ങിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ല നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഇനി ആളുകൾ ഇതിലുമായി ബന്ധപ്പെട്ട സംശയം കമന്റ് ചെയ്യുക, രണ്ടുപേർക്കും മറുപടി കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും, കമന്റ് മറുപടി കൊടുക്കാം. അപ്പം EV വാഹനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഞ്ച് പുതിയതിനെ കുറിച്ചിട്ടോ പഴയതിനെ കുറിച്ചിട്ടോ എന്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. വാഹനമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടെ പറഞ്ഞു. റാഫീസ് ഗാലറി ഇന്ന് യൂട്യൂബും ഉണ്ട്, ഇൻസ്റ്റയിലും ഉണ്ട്. അതുപോലെ എനിക്കും ഉണ്ട്, ഈസ്റ്റ് കേരള യൂട്യൂബ്, ഇൻസ്റ്റയിൽ ഷമീം PKM എന്നാണ്. അപ്പം താങ്ക് യു.